Free vibrations of a linear triatomic molecule. This will be the last topic that we will be discussing from small oscillations. ഇതുവരെ നമ്മൾ ചെയ്തത് ഇതിന്റെ തിയറി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് സ്മോൾ ഓസിലേഷൻസിന്റെ. ഈ തിയറി നമ്മൾ എവിടെ അപ്ലൈ ചെയ്തില്ല. അപ്പോൾ ഈ തിയറിയിൽ പറഞ്ഞ പല കോൺസെപ്റ്റ്സും കുറച്ച് അബ്സ്ട്രാക്റ്റ് ആയിട്ട് തോന്നാം. വിൽ അപ്ലൈ ഇറ്റ് ടു എ കോൺക്രീറ്റ് പ്രോബ്ലം ഹിയർ, ലീനിയർ ട്രയാറ്റമിക് മോളിക്യൂൾ. ലീനിയർ ട്രയാറ്റമിക് മോളിക്യൂളിനെ നമ്മൾ ലീനിയർ ട്രയാറ്റമിക് മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ 3 ആറ്റംസ് ഉള്ള ഒരു മോളിക്യൂൾ. ദേ ആർ ലീനിയർ, മീൻസ് ദേ ആർ കണക്റ്റഡ് in a line, right? All these 3 atoms stay in a line. ഒറ്റ ലൈനിലുള്ള 3 atoms. Okay, 3 atoms ഉള്ള ഒരു മോളിക്യൂൾ, ഇതിനെയാണ് ലീനിയർ ട്രയാറ്റമിക് മോളിക്യൂൾ എന്ന് പറയുന്നത്. Right? So this is a simple system. അപ്പോൾ നമ്മൾ ആദ്യം ലീനിയർ ട്രയാറ്റമിക് മോളിക്യൂളിന്റെ ഒരു മോഡൽ കൺസിഡർ ചെയ്യും, ഒരു സിംപ്ലിഫൈഡ് മോഡൽ കൺസിഡർ ചെയ്യും. Right? And based on that model, we'll use the theory of small oscillations to solve the problem. Okay, we'll obtain the secular equation, we'll find the eigen values, get the eigenvectors, we'll talk about the normal modes. അപ്പോൾ നോർമൽ മോഡ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നുള്ളത് കൂടുതൽ ക്ലിയർ ആയിട്ട് നമുക്ക് എക്സാമ്പിളിൽ നിന്ന് മനസ്സിലാവും. മുൻപ് നമ്മൾ നോർമൽ മോഡ് എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് അബ്സ്ട്രാക്റ്റ് ആയിട്ട് തിയറിയുടെ ഭാഗമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ഇൻ ദിസ് പ്രോബ്ലം all these things we'll see in a simple manner. ലീനിയർ ട്രയാറ്റമിക് മോളിക്യൂളിനെ നമ്മൾ ഇങ്ങനെയാണ് മോഡൽ ചെയ്യുന്നത്. We think of it, right? We think of it. This is simplified model. We think of it as 3 atoms, right? 3 atoms connected by springs. 3 atoms connected by springs. Okay. And in the equilibrium configuration, 2 atoms of mass m are symmetrically located. രണ്ട് സെയിം മാസ്സുള്ള രണ്ട് atoms ഉണ്ട്. They are symmetrically located around each side of an atom of mass capital M. Right? ഈ ചിത്രത്തിൽ കാണിക്കുന്ന പോലെ. ഇനി ഈ 3 മോളിക്യൂൾസും 3 ആറ്റംസും ഒരു സ്ട്രെയിറ്റ് ലൈനിലാണുള്ളത്. ഈക്വിലിബ്രിയം, ഇതിന്റെ ഈക്വിലിബ്രിയം സെപ്പറേഷൻ എന്ന് പറയുന്നത് ബി ആണ്. The equilibrium separation is B. Right? Or the equilibrium distances apart is denoted by B. അതായത് B എന്നുള്ള സെപ്പറേഷനിലാണ് ഈ ആറ്റംസ് ഉള്ളതെങ്കിൽ we say that it's in an equilibrium configuration. Okay? ഇതിൽ നമ്മൾ മാത്തമാറ്റിക്കലി കംപ്ലീറ്റ്ലി സോൾവ് ചെയ്യുന്ന പ്രോബ്ലം ഇതാണ്. വിൽ സോൾവ് ദ പ്രോബ്ലം ഓഫ് സ്മോൾ ഓസിലേഷൻസ് അലോങ് ദ ലൈൻ ഓഫ് ദ മോളിക്യൂൾ. Okay, so we say that the atoms lie in a line and there will be vibrations along this line. There will be vibrations along this line. ഈ ഒരു പ്രോബ്ലം ആണ് നമ്മൾ ആക്ച്വലി ആദ്യം സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ഇത് സിസ്റ്റത്തിന്റെ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി കിട്ടണമെങ്കിൽ വി നീഡ് ദ ഇന്റർ ആറ്റോമിക് പൊട്ടൻഷ്യൽ. ഇന്റർ ആറ്റോമിക് പൊട്ടൻഷ്യൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. സോ വിൽ മേക്ക് എ സിംപ്ലിഫൈങ് അപ്രോക്സിമേഷൻ. റൈറ്റ്, വിൽ സേ ദാറ്റ് വിൽ മോഡൽ ദ ട്രയാറ്റോമിക് മോളിക്യൂൾ. ട്രയാറ്റോമിക് മോളിക്യൂൾ നമ്മൾ ഇങ്ങനെയാണ് മോഡൽ ചെയ്യുന്നത്. വിൽ മോഡൽ ഇറ്റ് as atoms connected by identical springs. Right? Atoms connected by identical springs. So, we രണ്ട് അറ്റത്തുള്ള atoms exactly same ആണ്. In the middle you have got a different atom. Okay, so we'll assume that these are connected by, or we'll make a model. We'll model this triatomic molecule by looking at this thing as a system connected, or as 3 atoms connected by identical springs. Okay, ഇനി ഐഡന്റിക്കൽ സ്പ്രിങ്സ് വഴി കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ എന്റെ പൊട്ടൻഷ്യൽ എനർജി എഴുതാൻ നമുക്കറിയാം. ഇറ്റ്സ് ഓഫ് ദ ഫോം ഹാഫ് കെ എക്സ് മൈനസ് എക്സ് സീറോ ഹോൾ സ്ക്വയർ. ഓക്കെ, കെ എന്ന് പറയുന്നത് ഇവിടുത്തെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അതായത് എക്സ് സീറോ എന്ന് പറയുന്ന ഈക്വിലിബ്രിയം കോൺഫിഗറേഷൻ ആണ്. ഈക്വിലിബ്രിയം കോൺഫിഗറേഷനിലുള്ള പൊട്ടൻഷ്യൽ എനർജി നമുക്ക് സീറോ ആയിട്ട് എടുക്കാം. ഓക്കെ, ഇഫ് ദ സിസ്റ്റം ഇസ് ഇൻ ഈക്വിലിബ്രിയം കോൺഫിഗറേഷൻ വി ക്യാൻ ടേക്ക് ദ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു സീറോ. ഈക്വിലിബ്രിയം കോൺഫിഗറേഷനിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, എത്രത്തോളം ഡീവിയേറ്റ് ചെയ്യുന്നു എന്നുള്ള അനുസരിച്ചാണ് പൊട്ടൻഷ്യൽ എനർജി എത്രയാണെന്ന് തീരുമാനിക്കപ്പെടുന്നത്. That's why we have got half k x minus x zero whole square. ഇനി യൂഷ്വലി നമ്മൾ x zero equal to 0 എന്ന് എടുക്കും. We'll set the zero of our coordinate system, or the origin of our coordinate system corresponding to the equilibrium configuration. അപ്പോൾ ആ കേസിൽ നമ്മൾ half k x square എന്ന് എഴുതും. Simple harmonic oscillator potential. Okay, I think you are already familiar with these things. Okay, ഇനി ഈ കേസിൽ നമ്മുടെ ലീനിയർ ട്രയാറ്റോമിക് മോളിക്യൂളിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ we are assuming that these are atoms connected by springs. Okay, atoms connected by springs. അപ്പോൾ ഇതിന്റെ ഇടയിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് ഈക്വിലിബ്രിയം സെപ്പറേഷൻ നമുക്ക് ബി ആയിട്ട് എടുക്കാം. വിൽ കോൾ ദി ഈക്വിലിബ്രിയം സെപ്പറേഷൻ ആസ് ബി. അതായത് ബി എന്നുള്ള ഡിസ്റ്റൻസിലാണ് ഈ ആറ്റംസ് ഉള്ളതെങ്കിൽ, ഓക്കെ, ഫസ്റ്റ് ആറ്റവും സെക്കൻഡ് ആറ്റവും തമ്മിലുള്ള ഡിസ്റ്റൻസ് ബി ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഫോഴ്സ് സീറോ ആണ്, ഇതിന്റെ ഇടയിലുള്ള ഫോഴ്സ് സീറോ ആണ്. റൈറ്റ്, സോ അതിനാണ് നമ്മൾ ഈക്വിലിബ്രിയം സെപ്പറേഷൻ എന്ന് പറയുന്നത്. ഈക്വിലിബ്രിയം സെപ്പറേഷൻ ഇസ് ദ സെപ്പറേഷൻ വേർ ദ ഫോഴ്സ് ഇസ് ഈക്വൽ ടു സീറോ. റൈറ്റ്, അപ്പോൾ ഇത് രണ്ടും ഐഡന്റിക്കൽ ആയതുകൊണ്ട് ഹിയർ ഓൾസോ വിൽ റൈറ്റ് ഇറ്റ് ആസ് ബി. അതായത് ഈ ഡിസ്റ്റൻസ് ബി ആണെങ്കിൽ ദ ഫോഴ്സ് ബിറ്റ്വീൻ ദം വിൽ ബി ഈക്വൽ ടു സീറോ. വി ആർ അസ്യൂമിംഗ് ദാറ്റ് ദീസ് ആർ ഐഡന്റിക്കൽ സ്പ്രിങ്സ്. ഓക്കെ,
Alright. ഇനി ബി എന്നുള്ള ഈക്വിലിബ്രിയം സെപ്പറേഷനിൽ നിന്ന് എത്രത്തോളം ഡീവിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പൊട്ടൻഷ്യൽ എനർജി എത്രയാണെന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ, സോ we need to find how much the system deviates from the equilibrium separation. Right? അല്ലെങ്കിൽ ഇതിന്റെ ആറ്റംസിന്റെ ഇടയിലുള്ള സെപ്പറേഷൻ ഈക്വിലിബ്രിയം സെപ്പറേഷനിൽ നിന്ന് എത്ര ഡീവിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ we can find the potential energy of the entire system. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ആറ്റംസിന്റെ കോർഡിനേറ്റ് കൊടുക്കണം. ലീനിയർ ട്രയാറ്റോമിക് മോളിക്യൂൾ ആയതുകൊണ്ട് ലീനിയർ ആയതുകൊണ്ട് ഇറ്റ്സ് സിമ്പിൾ ടു അസൈൻ ദ കോർഡിനേറ്റ്. ഓക്കെ, സോ വിൽ പുട്ട് ദം ഇൻ എ ലൈൻ. അപ്പോൾ ഒറ്റ കോർഡിനേറ്റ് മതി, ബിക്കോസ് ദേ ലൈ ഇൻ എ ലൈൻ. ഇറ്റ്സ് എ വൺ ഡയമെൻഷണൽ സിസ്റ്റം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒറ്റ കോർഡിനേറ്റ് മതി, ഒരു ആറ്റത്തിന് ഒരു കോർഡിനേറ്റ് മതി. അപ്പോൾ ഈ ഫസ്റ്റ് ആറ്റത്തിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. ദിസ് വിൽ കോൾ ഇറ്റ് ആസ് x1. റൈറ്റ്. അതുപോലെ രണ്ടാമത്തെ ആറ്റത്തിന്റെ കോർഡിനേറ്റ് ഈ ഡിസ്റ്റൻസ് ആണ്. ദിസ് ഇസ് x2. ആൻഡ് സിമിലർലി മൂന്നാമത്തെ ആറ്റത്തിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. ദിസ് വിൽ കോൾ ഇറ്റ് ആസ് x3. ഓക്കെ, അപ്പോൾ ഈ ആറ്റംസിന്റെ ഇടയിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത്, ഓക്കെ, ഒന്നാമത്തെ ആറ്റവും രണ്ടാമത്തെ ആറ്റവും തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ദിസ് തിങ്. ഓക്കെ, ദിസ് ഇസ് x2 മൈനസ് x1. റൈറ്റ്, x2 മൈനസ് x1 ആണ് ഈ രണ്ട് ആറ്റംസിന്റെ ഇടയിലുള്ള സെപ്പറേഷൻ. അതുപോലെ ഈ രണ്ട് ആറ്റംസിന്റെ ഇടയിലുള്ള സെപ്പറേഷൻ x3 മൈനസ് x2 എന്നുള്ളതാണ്. റൈറ്റ്, this whole distance is x3. x3 minus x2 will give you the separation between these two atoms. Okay, so the potential energy of the entire system can be written as the sum of the potential energies of this system plus the potential energy of this system. അതാണ് half k. ഇവിടെ പൊട്ടൻഷ്യൽ എനർജി തീരുമാനിക്കപ്പെടുന്നത് ഈ x2 മൈനസ് x1 എന്നുള്ള സെപ്പറേഷൻ ഈക്വിലിബ്രിയം സെപ്പറേഷനേക്കാളും എത്ര കൂടുതലാണ് എന്നുള്ള കാര്യമാണ് പൊട്ടൻഷ്യൽ എനർജി തീരുമാനിക്കുന്നത്. ഓക്കെ, ഈക്വിലിബ്രിയം സെപ്പറേഷൻ ഈക്വൽ ആണ് x2 മൈനസ് x1 എങ്കിൽ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. Potential energy of that configuration will be equal to 0. Right? So we write it as x2 minus x1 minus b whole square. അപ്പോൾ x2 minus x1 minus b എന്ന് പറയുന്നത് b എന്നുള്ള ഈക്വിലിബ്രിയം സെപ്പറേഷനിൽ നിന്ന് എത്ര ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ആറ്റംസിന്റെ ഇടയിലുള്ള സെപ്പറേഷൻ എന്നുള്ളതാണ് x2 minus x1 minus b. ഓക്കെ, അതുപോലെ ഈ കേസിൽ ഇറ്റ്സ് x3 minus x2 minus b whole square. റൈറ്റ്, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി എഴുതാൻ കഴിയും. റൈറ്റ്, ഇനി നമ്മൾ തിയറി ഫോർമുലേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ കോർഡിനേറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഓക്കെ, നമ്മൾ x2 x1 x3 എന്നുള്ള എല്ലാ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ആയിട്ട് എടുത്ത് ദർ ഇസ് എ മോർ കൺവീനിയന്റ് ചോയ്സ് ഓഫ് കോർഡിനേറ്റ്സ്. ഓക്കെ, അപ്പോൾ ആ ചോയ്സ് ഓഫ് കോർഡിനേറ്റ്സ് അനുസരിച്ചാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ചോയ്സ് ഓഫ് കോർഡിനേറ്റ്സിലാണ് നമ്മൾ ആക്ച്വലി പ്രോബ്ലംസ് ഫോർമുലേറ്റ് ചെയ്തത്. ഓക്കെ, സോ വി ഇൻട്രൊഡ്യൂസ് ദ കോർഡിനേറ്റ്സ് റിലേറ്റീവ് ടു ദ ഈക്വിലിബ്രിയം പൊസിഷൻസ്. ഈ റിലേറ്റീവ് ടു ദ ഈക്വിലിബ്രിയം പൊസിഷനെ അപേക്ഷിച്ചുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ആക്ച്വലി കോർഡിനേറ്റ്സ് ആയിട്ട്, ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ആയിട്ട് നമ്മുടെ പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്തപ്പോൾ എടുത്തത്. റൈറ്റ്, അത് തന്നെ നമുക്ക് ഇവിടെയും ചെയ്യാം. വി ഡിഫൈൻ ദിസ് കോർഡിനേറ്റ്സ് ഈറ്റ ഐ ആസ് xi മൈനസ് x0i. ഓക്കെ, അല്ലെങ്കിൽ ഈറ്റ ഓർ xi, വി ക്യാൻ റൈറ്റ് xi is equal to x0i പ്ലസ് ഈറ്റ ഐ. x0i എന്ന് പറയുന്നത് ഈക്വിലിബ്രിയം കോൺഫിഗറേഷന് കറസ്പോണ്ട് ചെയ്യുന്ന ith മോളിക്യൂളിന്റെ കോർഡിനേറ്റ് ആണ്. ഈക്വിലിബ്രിയം കോൺഫിഗറേഷനിലാണ് സിസ്റ്റം എങ്കിൽ ith മോളിക്യൂളിന്റെ കോർഡിനേറ്റ് എന്താണ്? അതാണ് x0i. ഓക്കെ, അതായത് x1 എന്നുള്ളതിനെ നമുക്ക് x01 പ്ലസ് ഈറ്റ1 എന്ന് എഴുതാം, x2 എന്നുള്ളതിനെ x02 പ്ലസ് ഈറ്റ2 എന്ന് എഴുതാം, അതുപോലെ x3 എന്നുള്ളതിനെ x03 പ്ലസ് ഈറ്റ3 എന്ന് എഴുതാം. ഓക്കെ, സോ വി റൈറ്റ് xi is equal to x0i plus it should be an eta I here. Okay, ഇനി അത് നമ്മൾ ഈ പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. Okay, so we get v is equal to k by 2. x2 minus x1 becomes x2 നമ്മൾ എഴുതുന്നത് x02 plus eta 2. Okay, അതുപോലെ മൈനസ് x1 is x01 plus eta 1. Okay, ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് it becomes x01 minus eta 1 minus b whole square plus k by 2. This becomes x03 plus eta 3 minus x02 minus eta 2 minus b whole square. Okay, ഇനി നമ്മൾ ഇത് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ this x02 minus x01 minus x01 എന്ന് പറയുന്നത് ഈക്വിലിബ്രിയം കോൺഫിഗറേഷന് കറസ്പോണ്ട് ചെയ്യുന്ന സെക്കൻഡ് പാർട്ടിക്കിളിന്റെ കോർഡിനേറ്റ് ആണ്. ഓക്കെ, x01 എന്ന് പറയുന്നത് ഈക്വിലിബ്രിയം കോൺഫിഗറേഷന് കറസ്പോണ്ട് ചെയ്യുന്ന ഫസ്റ്റ് പാർട്ടിക്കിളിന്റെ കോർഡിനേറ്റ് ആണ്. അപ്പോൾ x02 minus x01 എന്ന് പറയുന്നത് is actually the equilibrium separation. Alright, so we can write x02 minus x01 as b. Similarly, this x03 minus x02 is also b. Okay, that was the definition of b. So this becomes v is equal to k by 2 eta 2 minus eta 1. Okay, this is b and b get cancelled. Right, eta 2 minus eta 1 whole square plus k by 2, and then you have got eta 3 minus eta 2 whole square.
Alright, അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്ന potential energy in terms of our new coordinates is k by 2 is equal to eta 2 minus eta 1 whole square plus k by 2 eta 3 minus eta 2 whole square. Okay, ഇത് നമ്മൾ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യാണ്, കമ്പൈൻ ചെയ്യാണ്. ഈ രണ്ട് സൈഡിൽ നിന്ന് k by 2 ആണ്. k by 2 നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. This we write as, okay, maybe I should write it like this. This is k by 2. Okay, this is eta 2 square plus eta 1 square minus 2 eta 2 eta 1. Okay, so this is, we'll have this eta 1 square plus eta 2 square, okay, minus 2 eta 2 eta 1. Okay, ഇത് ആക്ച്വലി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരുന്നത് it comes as eta 1 eta 2 minus eta 2 eta 1 എന്നാണ് അല്ലേ. eta 2 minus eta 1 multiplied by eta 1 eta 2 minus eta 1. ഇതാണല്ലോ eta 1 minus eta 2 whole eta 2 minus eta 1 whole square എന്ന് പറഞ്ഞ ഇതാണല്ലോ. ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി eta 1 minus eta 2 minus eta 2 minus eta 1 എന്നാണ് വരിക. ഓക്കെ, ഇതിനെയാണ് നമ്മൾ minus 2 eta 1 eta 2 എന്ന് ഇവിടെ എഴുതുന്നത്. Right, അതുപോലെ ഇത് ചെയ്യുന്ന സമയത്ത് വിൽ ഗെറ്റ് eta 3 സ്ക്വയർ പ്ലസ് eta 2 സ്ക്വയർ മൈനസ് eta 2 eta 3 മൈനസ് eta 3 eta 2 ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ there is this eta 1 സ്ക്വയർ eta 2 സ്ക്വയർ രണ്ട് തവണ വരുന്നുണ്ട് അല്ലേ, ദാറ്റ്സ് 2 eta 2 സ്ക്വയർ. അതുപോലെ eta 3 സ്ക്വയർ ഒരു തവണയാണുള്ളത്, അതാണ് eta 3 സ്ക്വയർ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, പിന്നെയുള്ളത് ഇത് നമുക്ക് കമ്പൈൻ ചെയ്ത് മൈനസ് 2 eta 1 eta 2 എന്ന് എഴുതാം. റൈറ്റ്, ബട്ട് യു ഹാവ് ടു റിമെമ്പർ ദാറ്റ് ദിസ് 2 eta 1 eta 2 കംസ് ഫ്രം this term. Alright, അതുപോലെ eta 2 eta 3 അത് രണ്ട് തവണയുണ്ട്. Okay, minus 2 eta 2 eta 3. Alright, so that's why that's the final form of the potential energy that we have. Right? So this is the potential energy, k by 2 eta 1 square plus 2 eta 2 square plus eta 3 square minus eta 1 eta 2 minus eta 2 eta 1 minus eta 2 eta 3 minus eta 3 eta 2. Okay, ഇനി ഇതിൽ നിന്ന് നമുക്ക് v എന്നുള്ള മാട്രിക്സ് കണ്ടുപിടിക്കാം. Right, v എന്നുള്ള മാട്രിക്സ് നമ്മൾ ഡിഫൈൻ ചെയ്തത്, it was defined in this form. It has elements vij. Right, the matrix v had elements vij. Alright, okay, vij നമ്മൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്തു. You write the potential energy in this form, half vij eta I eta j, the summation over I and j. Okay, ഇനി നമ്മൾ ഈ സമ്മേഷൻ ചെയ്ത് കഴിയുമ്പോൾ you have to sum over all possible values of I and j. Okay, so I and j run from 1 to 3. Okay, അപ്പോൾ ഇതിന്റെ വാല്യൂസ് നമ്മൾ നോക്കണം. ദിസ് ഇസ് ഈക്വൽ ടു ഹാഫ് v11 eta 1 സ്ക്വയർ പ്ലസ് ഹാഫ് v22 eta 2 സ്ക്വയർ, or we better write it like this. Okay, we have to include all the terms. Half v11 eta 1 square plus half v12 eta 1 eta 2 plus, I'm just first I fix this one here, all the index are then fixed, and that I am summing over all the other indices. All right, I can do that for all three indices, plus half v13 eta 1 eta 3. All right, this v1 all the index 1 fix here. This is one way to get all the terms. So, and next I take half v2, then half v21 eta 2 eta 1, okay, plus half v22 eta 2, that's eta 2 square, plus half v23 eta 2 eta 3. All right, there's one more set of terms. We write plus half v31 eta 3 eta 1 plus half v32 eta 3 eta 2 plus half v33 eta 3 square. Alright, അപ്പോൾ ഇതിനെ ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്നു. നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോം നമ്മൾ ഓൾറെഡി പൊട്ടൻഷ്യൽ എനർജി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തു. Alright, the matrix V is defined as the matrix V is defined with elements Vij, and Vij elements are related to the potential energy in this form, half Vij eta I eta j. Okay, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് Vij യുടെ എലിമെന്റ്സ് കണ്ടുപിടിക്കാം. Okay, eta 1 അല്ലെ eta 1 സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആണ് v11 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ eta 1 സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഇവിടെ ഹാഫ് കോമൺ ആയിട്ടുണ്ട്. Alright, this half is gone. Alright, ബാക്കിയുള്ളത് v11 എന്ന് പറയുന്നത് eta 1 സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആണ്. So that's equal to k. Right, ഇവിടെ 2 എന്നുള്ളത് ഇവിടെയും 1/2 ഉണ്ട്, ഇവിടെയും 1/2 ഉണ്ട്. ബാക്കിയുള്ള ടേംസ് ആണ് നമ്മൾ എടുക്കുന്നത്. Okay, so that is k, that is v11. Alright, ഇനി v12 ഇതാണ് v12 എന്ന് പറയുന്നത്. v12 എന്ന് പറയുന്നത് eta 1 eta 2 ന്റെ കോഎഫിഷ്യന്റ് ആണ്. Right, except for this half, the factor half is everywhere, അത് നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുക്കും. Okay, ബാക്കിയുള്ളത് eta 1 eta 2 ന്റെ കൂടെ വരുന്ന ടേം നമ്മൾ നോക്കുക. eta 1 eta 2, that's minus k by 2, പക്ഷെ ഇവിടെ ഹാഫ് ഉണ്ട്. So that half, that these two will get cancelled, so it's minus k. അതാണ് ഇവിടെ ഉള്ളത് v12.
that is minus k. ഇനി v13 നോക്കുകയാണെങ്കിൽ ഇവിടെ eta1 eta3ക്ക് കോഎഫിഷ്യന്റ് ഒന്നുമില്ല. there is no term eta1 eta3, അതുകൊണ്ട് v13 0 ആണ്. Okay. In the same manner, this is v21. v21 എന്ന് പറയുന്നത് eta2 eta1 ന്റെ കോഎഫിഷ്യന്റ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. Okay. This is eta2 eta1. അപ്പോൾ ഇവിടെ നമ്മൾ eta2 eta1 നോക്കുകയാണെങ്കിൽ is there an eta2 eta1? Yes, there is an eta2 eta1 and the coefficient is minus k. Right? അതുകൊണ്ടാണ് ഇവിടെ minus k വരുന്നത്. Okay. So v12 and v21 are equal. Okay. And then you look for v22. v22 എന്ന് പറയുന്നത് eta2 eta2 അല്ലെങ്കിൽ eta2 square ന്റെ കോഎഫിഷ്യന്റ് ആണ്. That's equal to 2k. Right? ഇവിടെ 2 ഉണ്ട് and this k 2k. Right? In the same manner, you can find all the other terms. Right? That's how you construct this matrix V. Okay. All right. Now the kinetic energy. ഇതിനേക്കാൾ സിമ്പിൾ ആയിട്ടുള്ള ഫോം ആണ് kinetic energy. Kinetic energy ഉള്ളത്. Okay. Kinetic energy യുടെ ഫോം എന്ന് പറയുന്നത് half. Kinetic energy is. Okay. Let me make some space here. Alright, so kinetic energy is half mv square, half mx dot square, half mx1 dot square plus mx2 dot square, etc. അപ്പോൾ ഇവിടുത്തെ coordinates എന്ന് പറയുന്നത് eta1, eta2, eta3 ആണ്. Alright, so the kinetic energy has this form. This is half m eta1 dot square plus half m eta2 dot square plus half, this is kinetic energy, okay, half m eta3 dot square. അപ്പോൾ half m എന്നുള്ള രണ്ട് ടേം കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ this you can write as half m eta1 dot square plus eta3 dot square, okay, plus m by 2 eta2 dot square. Right? ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രോസ് ടേംസ് ഒന്നുമില്ല. നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയുടെ കേസിൽ നോക്കിയപ്പോൾ eta1 eta2 eta2 eta1 എന്നുള്ള രീതിയിലുള്ള ക്രോസ് ടേംസ് ഉണ്ടായിരുന്നു. Right? അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള മാട്രിക്സ് കിട്ടിയത്. അതേസമയം കൈനറ്റിക് എനർജിയുടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ക്രോസ് ടേംസ് ഒന്നുമില്ല. there are no cross terms. Okay. eta1 dot square ന്റെ കോഎഫിഷ്യന്റ് ആണ് except for this half. കാരണം നമ്മൾ kinetic energy ഡിഫൈൻ ചെയ്ത് ഇങ്ങനെയാണ് t is equal to half tij eta I dot eta j dot എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. Alright. അപ്പോൾ ഇവിടെ this half we get rid of. Okay. ഇവിടെ ഹാഫ് ഉണ്ട്, ഇവിടെ ഹാഫ് ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള കോഎഫിഷ്യന്റിൽ ബാക്കിയുള്ള ഭാഗം മാത്രമാണ് നമ്മൾ tij ആയിട്ട് എഴുതുന്നത്. Alright. eta I dot eta j dot. അപ്പോൾ eta1 dot square നോക്കുകയാണ്. eta1 dot eta1 dot ന്റെ കോഎഫിഷ്യന്റ് m അതാണ് ഇവിടെ ഉള്ളത്. Okay. ഇനി eta1 dot eta2 dot എന്നുള്ള ടേം ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ t12 0 ആണ്. In the same way, t13 is also 0. So you see that there are only diagonal elements. Okay, the eta2 dot square and coefficient and capital M, eta3 dot square and coefficient is again small m. Okay, and we get a nice diagonal matrix. Okay, the T matrix is diagonal. Okay. Now we have got the matrices V and T. Okay. So we have got matrices V and T. V and T കിട്ടിക്കഴിഞ്ഞാൽ small oscillation problem solve ചെയ്യാൻ വേണ്ടി നമ്മൾ അതിന്റെ eigen value equation solve ചെയ്യണം. We need to find the eigen values and eigen vectors. Right? നമ്മുടെ eigen value equation നമ്മൾ ഇങ്ങനെയാണ് എഴുതിയത്. V acting on A is equal to, okay, eigen values lambda എന്നുള്ളത് lambdas are eigen value lambda were equal to omega square. So you can write as omega square. There is a T here acting on A. All right. ഇതിനൊരുമിച്ച് എഴുതുകയാണെങ്കിൽ you get an equation like this: v minus omega square t. Okay, v minus omega square t എന്നുള്ള സ്ക്വയർ മാട്രിക്സ് ആണ്. Acting on column matrix A is equal to 0. Alright. ഇനി ഈ ഇക്വേഷൻ നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് ഉണ്ടാണെങ്കിൽ we have already discussed this. If this equation should have non-trivial solutions, then the determinant of this matrix has to be equal to 0. Alright. അതാണ് നമ്മുടെ സെക്യുലർ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് നമ്മൾ എടുക്കുക. Okay, you have to set it equal to 0. That's what we are doing here. Okay, so you should take determinant of v minus omega square t and put it equal to 0. That will give you an equation on omega square. It will give an equation for omega square which can be solved to find the possible values of omega. Okay, അതാണ് നമ്മൾ അടുത്ത് ചെയ്യുന്നത്. ഈ ഡിറ്റർമിനന്റ് നമ്മൾ ഇങ്ങനെയാണ് എടുക്കുന്നത്: v minus omega square t. Alright. ആദ്യത്തെ എലിമെന്റ് നോക്കാം. v11 minus omega square t11. Okay, അത് k minus omega square m. അതാണ് ഈ ടേം. Right. അടുത്ത ടേം നോക്കുകയാണെങ്കിൽ v12 minus omega square t12. t12 0 ആണ്. So you simply get v12 here. It's minus k. Right. Okay, അതുപോലെ ബാക്കി ടേംസ്. Okay, അതുപോലെ അടുത്ത ടേംസ് കണ്ടുപിടിക്കും. Let's look at, for example, v22 minus omega square t22. Okay, v22 എന്ന് പറയുന്നത് 2k ആണ്. Minus omega square t22 is capital M. So you get 2k minus omega square. Right. ഇങ്ങനെയാണ് നമ്മൾ ഈ ഡിറ്റർമിനന്റ് ഈ മാട്രിക്സ് എടുക്കുന്നത്. Right. ഇനി ഇതിന്റെ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 എന്ന് സെറ്റ് ചെയ്യണം. So let's expand this.
The determinant, we know how to find the determinant. All right. First, you can start expanding from here. K minus omega square m. Okay. K minus omega square m multiplied by. Okay. Then you go like this. 2k minus omega square capital M multiplied by k minus omega square m minus k multiplied by minus k is k square. So this becomes minus k square. Okay. There's one more term. Minus of minus k, that becomes plus k. Okay. And then you take the corresponding terms. This is minus k multiplied by k minus omega square m. Okay. Minus k multiplied by k minus omega square m minus 0. Minus 0. Alright. We term here simplify minus k multiplied by k is minus k square. Alright. So I think I can simply write this as minus k square multiplied by k minus omega square. This has to be equal to 0. This is our secular equation. Now we can simplify this in such a way that the solution comes out quickly. We term k minus omega square m term common okay. K minus omega square m term common baaki terms combine okay. This actually multiplies right. Okay. This I'll multiply and right. So this is equal to 2k square minus 2k omega square m. 2k square minus 2k omega square m minus omega square capital M k plus omega raised to 4 m m. Okay, I think I got all the terms, all 4 terms. Okay, 2k square minus 2k omega square m minus omega square m k, all right, minus omega raised to 4 m m, all right. അതിലൂടെ minus k square ഉണ്ട്. Okay. ഇതാണ് k minus omega square m ന്റെ ഇവിടെ നിന്നുള്ള കോഎഫിഷ്യന്റ്. ഇവിടെയുള്ള കോഎഫിഷ്യന്റ് k minus omega square m ന്റെ കോഎഫിഷ്യന്റ് പറയുന്നത് minus k square ആണ്. Okay. അപ്പോൾ ഇത് കമ്പൈൻ ചെയ്ത് വേണമെങ്കിൽ minus 2k square എന്ന് ഇവിടെ തന്നെ എഴുതാം. Alright. So you see that this 2k square and this 2k square go. So this you can write as k minus omega square m multiplied by ഇവിടെ എല്ലാ ടേമിലും actually omega square ഉണ്ട്. Right. So maybe we can make a further simplification. We'll take minus omega square outside. Alright. ഇതിൽ നിന്ന് minus omega square പുറത്തെടുക്കുകയാണ്. Minus omega square ഇവിടെ നിന്ന് പുറത്തെടുക്കുകയാണ്. This becomes 2k m, okay, plus mk minus omega square m m. Okay. This is equal to 0. ഇതിന്റെ ബാക്കി ഇവിടെ എഴുതാം. Right. And we'll continue here. So this is equal to minus omega square, okay, minus omega square k minus omega square m, all right, and then ഇവിടെ 2k എന്നുള്ളത്, all right, ഇവിടെ k എന്നുള്ളത് നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ഇവിടെയും k ഉണ്ട്, ഇവിടെയും k ഉണ്ട്. അപ്പോൾ ആദ്യത്തെ രണ്ട് ടേമിൽ നിന്ന് k എന്നുള്ള കോമൺ ആയിട്ട് പുറത്തെടുക്കാം. So that becomes k multiplied by, this is capital M and this is 2m. So m plus 2m, all right, അതുപോലെ ഇവിടെ minus omega square m m is equal to 0. Okay. ഇനി ഇതൊരു ഈ ടേമിന്റെ മുഴുവൻ ഇവിടെ മൈനസ് സൈൻ ഉണ്ട്. മൈനസ് 0 ആണെങ്കിൽ, so minus of something is equal to 0, then this term indeed has to be 0. Okay. So you can get rid of this minus by multiplying by minus 1 on both sides. Okay. അങ്ങനെയാണ് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടിയത്. Alright. So we have got the secular equation. We got an equation satisfied by omega square. ഈ ഫോമിൽ എഴുതുകയാണെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ വളരെ സിമ്പിൾ ആണ്. ഒന്നുകിൽ ഈ ടേം 0 ആയിരിക്കണം, അല്ലെങ്കിൽ ഈ ടേം 0 ആയിരിക്കണം. Otherwise this term has to be equal to 0. This is a product of 3 terms. This will be equal to 0 if any of these terms are equal to 0. So all these will give you the solutions, the possible solutions. Okay. Either omega equal to 0, അടുത്ത ടേമിൽ നിന്ന് ഒന്നുകിൽ omega square 0 ആയിരിക്കണം, അല്ലെങ്കിൽ k equal to omega square m ആയിരിക്കണം. Alright. Otherwise the term in this curly brackets has to be equal to 0. The possible solutions are, മൂന്ന് solutions ഉണ്ട്. ഒന്ന് omega square equal to 0, രണ്ടാമത്തേത് this term equal to 0, omega square m equal to k equal to omega square m. Alright, k equal to omega square m, or omega square is equal to k divided by m. Okay. മൂന്നാമത്തെ solution, this will correspond to k multiplied by m plus 2m is equal to omega square m m. Okay. So from here you can solve for omega square. Omega square is equal to, omega square root നമുക്ക് omega calculate ചെയ്യാം. From here you know that omega is equal to square root of k divided by m. Okay. So from here you see that omega square is equal to k m plus 2m divided by
mm. These are the possible values for omega square. Okay, so we have found the eigen values. ഇനി ഈ ഓരോ eigen value correspond ചെയ്യുന്ന eigen vectors നമുക്ക് calculate ചെയ്യാം. Right? This is the next step. These are our possible values of omega square. Omega square equal to 0, omega square equal to k by m, and omega square equal to k into m plus 2m divided by mm. Okay, into square root എടുക്കുകയാണെങ്കിൽ you see that one solution, ആദ്യത്തെ solution നമുക്ക് omega 1 എഴുതാം. Omega 1 equal to 0. Omega 2 is equal to square root of k by m. അതുപോലെ ഇവിടെ നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ omega 3 എന്നുള്ള ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. You can take the square root of the entire thing. Okay, square root of k into m plus 2m divided by mm. Okay, ഇനി നമ്മൾ ഈ ക്യാപിറ്റൽ m കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ this becomes square root of k into 1 plus 2m by m divided by small m. Right? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കൊണ്ട് ക്യാപിറ്റൽ m കൊണ്ട് ഡിവൈഡ് ചെയ്തു. റൈറ്റ്, അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒമേഗ 3 is equal to square root of k by m into 1 plus 2m divided by m. Okay, ഇനി നമ്മൾ ആദ്യത്തെ eigen value നോക്കുകയാണെങ്കിൽ it's 0. It's a bit surprising. We are talking about oscillatory motion and we are saying that the frequency is 0. Okay, but if frequency 0 എന്ന് പറഞ്ഞാൽ that means that it does not correspond to an oscillatory motion. അത് oscillatory motion അല്ല. Right, ഇത് നമുക്കറിയാം, നമ്മൾ നോർമൽ കോർഡിനേറ്റ്സ് ഡിഫൈൻ ചെയ്തിരുന്നു. നോർമൽ കോർഡിനേറ്റ്സ് ഡിഫൈൻ ചെയ്തിരുന്നു. റൈറ്റ്, നോർമൽ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ദീസ് ആർ പീരിയോഡിക് ഇൻ ഈച്ച് ഓഫ് ദ ഫ്രീക്വൻസീസ്. ഓക്കെ, അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ചെയ്യുന്ന നോർമൽ കോർഡിനേറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ the corresponding equation of motion for normal coordinates becomes zeta 1 double dot equal to 0. കാരണം ഈ നോർമൽ കോർഡിനേറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ ഓഫ് മോഷൻ ഇങ്ങനെയായിരുന്നു എഴുതിയത്: zeta k double dot square plus omega square zeta k is equal to 0. Omega 0 ആണെങ്കിൽ that means that zeta k double dot is equal to 0. Right? ഇവിടെ ഫസ്റ്റ് k equal to 1 എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഐഗൺ വാല്യൂവിന് കറസ്പോണ്ട് ചെയ്യുന്ന നോർമൽ കോർഡിനേറ്റിന്റെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് zeta 1 double dot equal to 0. Okay, zeta 1 double dot equal to 0. That means that the acceleration of this particular coordinate, the acceleration for this particular coordinate is 0. Okay, so it produces a uniform translational motion. Produces a uniform translational motion. Okay, alright. അപ്പോൾ ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ട്രയാറ്റമിക് മോളിക്യൂൾ മുഴുവൻ എടുക്കുകയാണെങ്കിൽ ദിസ് എൻറ്റയർ സിസ്റ്റം ഓൾറൈറ്റ് ആസ് എ റിജിഡ് ബോഡി, ഒരു റിജിഡ് ബോഡി ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ഗെറ്റ് ട്രാൻസ്ലേറ്റഡ്. Right, it can get translated. ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടാം without any acceleration. It can get translated. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. Okay, so the vanishing frequency arises from the fact that the molecule may be translated rigidly along its axis without any change in the potential energy. Okay, potential energy change ഉണ്ടാവുന്നില്ല. potential energy change ഉണ്ടാവുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫോഴ്സ് ഉണ്ടാകുന്നത് it will get accelerated. Alright, so changing this particular coordinate, okay, ഈ particular coordinate change ചെയ്യുമ്പോൾ ഇതിന് ഫോഴ്സ് ഉണ്ടാവുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ the potential energy is independent of this particular coordinate. Okay, or in other words, the potential energy is same for different values of this coordinate. Theta 1 ന്റെ different values ന് കറസ്പോണ്ട് ചെയ്യുന്ന potential energy same ആണ്. Alright, ഇത്രയൊരു സിറ്റുവേഷൻ ആണ് നമ്മൾ ന്യൂട്രൽ ഈക്വിലിബ്രിയം എന്ന് പറയുന്നത്. This is a situation called neutral equilibrium. Alright, so this is an example of neutral equilibrium which occurs when the potential is the same for all values of the coordinate. In such a case, any arbitrary value of the coordinate is an equilibrium configuration. Equilibrium configuration എന്ന് പറഞ്ഞാൽ force act ചെയ്യുന്നില്ല. That's a configuration where there are no forces acting on the system. So when there are no forces acting on the system, it is non-accelerated. Okay, that's why we have got zeta 1 double dot equal to 0. Alright, now since the restoring force against such motion is 0, the effective frequency must also vanish. Okay, that's the reason why we got a 0 solution for the frequency. We have made the assumption that the molecule has 3 degrees of freedom for vibrational motion, whereas in reality one of them is a rigid body degree of freedom. അതായത് ലീനിയർ ട്രയാറ്റമിക് മോളിക്യൂൾ നമ്മൾ എടുത്തപ്പോൾ നമ്മൾ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. ഈറ്റ 1, ഈറ്റ 2, ഈറ്റ 3 എന്നിങ്ങനെ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് മൂന്നും വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അല്ല. Okay, all 3 are not vibrational degrees of freedom. One of the degrees of freedom corresponds to uniform translational motion. Okay, in a rigid body degree of freedom. Okay, because it's similar to a rigid body moving. It's a rigid body just moving, getting translated. Alright, this does not involve any vibration. Okay, നമ്മൾ ഈ എടുത്ത 3 കോർഡിനേറ്റിൽ മൂന്നും വൈബ്രേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം അല്ല, വൈബ്രേഷണൽ മോഷന് കറസ്പോണ്ട് ചെയ്യുന്നില്ല. വൺ ഓഫ് ദം ഇസ് എ റിജിഡ് ബോഡി ഡിഗ്രി ഓഫ് ഫ്രീഡം. ഓക്കെ, ഓൾറൈറ്റ്. ഈ സീറോ ഫ്രീക്വൻസി കാണുകയാണെങ്കിൽ, okay, since the zero frequency found here is of no consequence for the vibration frequencies of interest, it is often desirable to phrase the problem so that the root is eliminated from the outset. Okay, നമ്മൾ വൈബ്രേഷനെ കുറിച്ച് മാത്രമാണ് പറയുന്നതെങ്കിൽ
സോറി, നമുക്ക് വൈബ്രേഷൻ അല്ലെ സ്മോൾ ഓസിലേഷൻസ് മാത്രമാണ് വേണ്ടെങ്കിൽ ഈ ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം ആദ്യം തന്നെ നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് പഠിക്കാൻ തുടങ്ങാം. റൈറ്റ്? സോ ഫോർ ദാറ്റ് യു ജസ്റ്റ് impose some constraint. Okay, ഇതിന് correspond ചെയ്യുന്ന ഒരു constraint equation നമ്മൾ impose ചെയ്യുകയാണെങ്കിൽ then you will have just 2 degrees of freedom. Okay, if you have 2 degrees of freedom, that will mean that both these will be what do you say, vibrational degrees of freedom. Right? So this can be done by setting a constraint equation. Okay, ഇവിടെ നമുക്ക് എടുക്കാവുന്ന ഒരു കൺസ്ട്രെയിന്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് സെന്റർ ഓഫ് മാസ് സ്റ്റേഷനറി ആണ്. Okay, നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ അല്ലെ സെന്റർ ഓഫ് മാസ് ഫോർ സം റീസൺ ദ സെന്റർ ഓഫ് മാസ് ഇസ് സ്റ്റേഷനറി. ദാറ്റ്സ് എ കൺസ്ട്രെയിന്റ്. Okay, center of mass stationary ആണെന്ന് പറഞ്ഞാൽ that gives us an equation connecting x1, x2 and x3, or we get an equation connecting eta1, eta2 and eta3, which means that there are only 2 independent coordinates. Right? രണ്ട് independent coordinates ഉള്ളൂ എന്ന് വരും. അപ്പോൾ എന്താണ് സെന്റർ ഓഫ് മാസ് സ്റ്റേഷനറി ആണെന്നുള്ളതിന്റെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. സ്റ്റേഷനറി ആണെന്നല്ല, സ്റ്റേഷനറി അറ്റ് ദ ഒറിജിൻ. ഓക്കെ, അപ്പോൾ സെന്റർ ഓഫ് മാസിന്റെ ഡെഫിനേഷൻ ഇതായിരുന്നു. യു ടേക്ക് ദ ഫസ്റ്റ് മാസ്, ഡിവൈഡ് ഇറ്റ് ബൈ ദ ടോട്ടൽ മാസ്. റൈറ്റ്? 2m. ടോട്ടൽ മാസ് സിസ്റ്റത്തിന്റെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് 2m plus m. ഓക്കെ, x1 പ്ലസ് സെന്റർ ഓഫ് മാസിന്റെ കോർഡിനേറ്റ് ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. റൈറ്റ്? പ്ലസ് ദിസ് ഇസ് ദ സെക്കൻഡ് മാസ്, ക്യാപിറ്റൽ M, ഡിവൈഡഡ് ബൈ 2m plus m, x2 plus small m divided by 2m plus m, x3. ഇതാണ് സെന്റർ ഓഫ് മാസിന്റെ കോർഡിനേറ്റ്. Okay, what do you say, it's a weighted sum of the coordinates. Okay, you can think of it as a weighted sum of the coordinates. Alright, ഇപ്പോൾ ഇവിടെ ഇത് 0 ആണെന്നാണ് നമ്മൾ പറയുന്നത്. സെന്റർ ഓഫ് മാസിന്റെ കോർഡിനേറ്റ് 0 ആണെന്നാണ് പറയുന്നത്. Okay, so this means that mx1 plus capital mx2 plus mx3 equal to 0, അല്ലെങ്കിൽ mx1 plus x3 plus capital mx2 equal to 0. This is a constraint that you can impose in the beginning itself. Right? നമ്മളൊരു പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ if you look at it, എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട് നോക്കുകയാണെങ്കിൽ അതിൽ എത്ര എണ്ണം വൈബ്രേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണെന്ന് ഇൻസ്പെക്ഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. So you can impose the corresponding constraints and deal with the only vibrational degrees of freedom. Okay, അതായത് ഒരു ലീനിയർ ട്രയാറ്റോമിക് മോളിക്യൂളിന്റെ വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം മാത്രം നമുക്ക് മതിയെങ്കിൽ we first assume that it's at rest. Okay, the entire system as such is at rest. Okay, system in its entirety we assume that it's at rest. All right, this will leave us with just 2 degrees of freedom corresponding to small oscillations or corresponding to vibrations. Now this equation can then be used to eliminate one of the coordinates from v and t, reducing the problem to one of 2 degrees of freedom. The restriction of the motion to be along the molecular axis allows only one possible type of uniform rigid body motion. Okay, so ഇവിടെ നമ്മൾ എടുത്ത പ്രോബ്ലത്തിൽ there is a one dimensional problem. The entire system is in one dimension. അതാണ് one dimensional problem ഉദ്ദേശിച്ചത്. Okay, so അതുകൊണ്ട് തന്നെ ഇവിടെ റിജിഡ് ബോഡി മോഷൻ എന്ന് പറയുന്ന ഒരൊറ്റ മോഷനേ ഉള്ളൂ. റിജിഡ് ബോഡി മോഷൻ. Okay, if we are assuming that all these particles are confined to this line. Okay, അങ്ങനെ ഒരു അസംഷനിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതായത് we talked only about vibrations along this line. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ഒരു റിജിഡ് ബോഡി, ഇതിന് നമുക്ക് റിജിഡ് ബോഡി ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയാം. ഇവിടെയുള്ള റിജിഡ് ബോഡി ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് അതായത് എൻറ്റയർ സിസ്റ്റം ഒരുമിച്ച് ഒരു മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ റിജിഡ് ബോഡി ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെയുള്ള ഒരു റിജിഡ് ബോഡി ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺലി ട്രാൻസ്ലേഷൻ. ഓക്കെ, ഓൾറൈറ്റ്, ഇനി നമ്മൾ കൂടുതൽ ജനറൽ ആയിട്ടുള്ള പ്രോബ്ലം എടുക്കുകയാണ്. ഇഫ് യു ആർ ടോക്കിംഗ് അബൌട്ട് വൈബ്രേഷൻസ് ഇൻ ഓൾ 3 ഡയറക്ഷൻസ്, 3 ഡയറക്ഷനും നമ്മൾ എടുക്കുകയാണെന്ന് കരുതുക. 3 ഡയമെൻഷൻ സ്പേസിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാമെന്ന് കരുതുക. ഓൾറൈറ്റ്, അങ്ങനെയാണെങ്കിൽ എത്ര റിജിഡ് ബോഡി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവും എന്നുള്ളതാണ് ചോദ്യം. ഓൾറൈറ്റ്, അങ്ങനെയാണ് ഇൻ ജനറൽ there will be 6 റിജിഡ് ബോഡി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. 6 എന്ന് പറയുന്നതിന്റെ കാരണം ഇറ്റ് ക്യാൻ ഗെറ്റ് ട്രാൻസ്ലേറ്റഡ് അലോങ് ദ 3 ആക്സസ്. ഓക്കെ, ഈ 3 മോളിക്യൂളും അതിന്റെ ഇടയിൽ ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യാതെ തന്നെ ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാം. സോ there are 3 translational degrees of freedom as a rigid body, and there are also 3 rotational degrees of freedom. There are also 3 rotational degrees of freedom. Okay, നമ്മൾ റിജിഡ് ബോഡി ഡൈനാമിക്സിൽ ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, സോ there are in general in 3 dimension space, if there are no extra constraints, there are 3 translational degrees of freedom and 3 rotational degrees of freedom if you consider it as a rigid body. Okay, അപ്പോൾ ഈ 6 degrees of freedom they will not correspond to vibrations. Okay, അപ്പോൾ ഇനീഷ്യലി നമുക്ക് n coordinates ഉണ്ടെങ്കിൽ, n degrees of freedom ഉണ്ടെങ്കിൽ, right, we need to choose only n minus 6 vibration, and there will only be n minus 6 vibrational degrees of freedom. Okay, totally n degrees of freedom ഉണ്ടെങ്കിൽ, okay, അതിൽ n minus 6 മാത്രമേ vibrational degrees of freedom ആവുള്ളൂ. These 6 will correspond to rigid body degrees of freedom. Rigid body degrees of freedom എന്ന് പറഞ്ഞാൽ the system moving as a whole,
The system moving as a whole. It can get translated along the 3 axes. It can rotate about the 3 axes. So these are 6 rigid body degrees of freedom. All right. The molecule may then translate uniformly along the 3 axes or perform uniform rotations about the axis. Okay. All right. So in general, in any general system of n degrees of freedom, there will be 6 vanishing frequencies and only n minus 6 true vibration frequencies. അപ്പോൾ ഇതിന് കറസ്പോണ്ട് ചെയ്യുന്ന കൺസ്ട്രെയിൻഡ് ഇക്വേഷൻസ്, n degrees of freedom നിന്ന് 6 constraint equations നമ്മൾ എടുക്കുകയാണെങ്കിൽ you can eliminate the rigid body degrees of freedom. Okay, the reduction in the number of degrees of freedom can be performed beforehand by imposing the conservation of linear and angular momentum upon the coordinates. Okay, conservation of linear momentum 3 equations ഉണ്ട്, conservation of angular momentum 3 equations ഉണ്ട്. So this will help us to get rid of the rigid body degrees of freedom. All right. Okay. അതുപോലെ ഈ 0 റെസൊണന്റ് ഫ്രീക്വൻസീസ് ഒമേഗ 1 0 നമുക്ക് കിട്ടി. അത് അറൈസ് ചെയ്യുന്നത് റിജിഡ് ബോഡി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉള്ളപ്പോൾ മാത്രമല്ല പൊട്ടൻഷ്യലിന്റെ ബിഹേവിയർ അനുസരിച്ച് സംഭവിക്കാം. ഫോർ എക്സാമ്പിൾ, okay, so in addition to rigid body motion, it has been pointed out that 0 resonant frequencies may also arise when the potential is such that both the first and second derivatives of V vanish at equilibrium. Okay, first derivative second derivative vanish ചെയ്യുകയാണെങ്കിൽ, right, if you remember the form for lambda, നമ്മൾ ഐഗൻ വാല്യൂവിന്റെ ഈ രീതിയിൽ ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു, if you remember this. So I think in one of our previous classes we had derived this expression for lambda. അതിന്റെ പോസിറ്റീവ് ആണോ പോസിറ്റീവ് ഡെഫിനിറ്റ് ആണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. You can look at the previous class notes. We had written something like AK transpose V AK divided by AK transpose T AK. Alright. അപ്പോൾ ഇവിടെ ഈ ന്യൂമറേറ്റർ 0 ആകുകയാണെങ്കിലും, ഇവിടെയുള്ള ന്യൂമറേറ്റർ 0 ആണെങ്കിലും ലാംഡ 0 ആവാം. ലാംഡ 0 എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസീസ് 0 ആവാം. ഓക്കെ, ഇനി നമ്മൾ വിയുടെ ഫോം നോക്കുകയാണെങ്കിൽ, റൈറ്റ്, വി ഹാഡ് എലിമെന്റ്സ്, വിയുടെ എലിമെന്റ്സ് പറയുന്നത് വി ഐ ജെ ആയിരുന്നു. വി ഐ ജെ ആർ റിലേറ്റഡ് ടു സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ദ പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യലിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആയിട്ടാണ് വി ഐ ജെ നമ്മൾ റിലേറ്റ് ചെയ്തത്. ഓക്കെ, ഇനി വി ഐ ജെയുടെ സെക്കൻഡ് ഡെറിവേറ്റീവ്സ് പൊട്ടൻഷ്യൽ എനർജിയുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആണെങ്കിൽ വി ഐ ജെ 0 ആവും, ആൻഡ് കറസ്പോണ്ടിംഗ്ലി ദ എലിമെന്റ്സ് ഓഫ് ദിസ് മാട്രിക്സ് വിൽ ബി 0 ആൻഡ് ദെൻ ലാംഡ വിൽ ബി 0. ഓക്കെ, 0 റെസൊണന്റ് ഫ്രീക്വൻസീസ് കിട്ടാവുന്ന വേറൊരു സാധ്യത ഒന്ന് നമ്മൾ കണ്ടു, ട്രാൻസ്ലേഷണൽ അല്ലെങ്കിൽ റിജിഡ് ബോഡി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കാരണം 0 റെസൊണന്റ് ഫ്രീക്വൻസീസ് കിട്ടാം. Another case where we can get 0 resonant frequencies is when the elements of the potential energy, all the elements of the potential energy, V എന്ന് പറഞ്ഞ മാട്രിക്സിന്റെ എല്ലാ എലിമെന്റ്സും 0 ആകുകയാണെങ്കിൽ, right, that means that if the second derivatives are 0, right, in that case also you can get lambda equal to 0. Okay, right, അങ്ങനെയുള്ള കേസസിൽ സ്മോൾ ഓസിലേഷൻസ് ഉണ്ടാവാം. ഓക്കെ, അതായത് ഫോർ സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആണെങ്കിലും സ്മോൾ ഓസിലേഷൻസ് ഉണ്ടാവാം, right, but then the fourth derivatives must not vanish. Okay, second derivative 0 അല്ലാതെ fourth derivatives നോൺ 0 ആണെങ്കിലും സ്മോൾ ഓസിലേഷൻസ് ഉണ്ടാവും. Right, fourth derivatives നോൺ 0 ആണെങ്കിൽ you can have small oscillations. Okay, പക്ഷെ അതിന്റെ വൈബ്രേഷൻസ് സിമ്പിൾ ഹാർമോണിക് ആയിരിക്കില്ല. ഇനി ഫോർത്ത് ഡെറിവേറ്റീവ് നോൺ 0 ആണ് പക്ഷെ സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആണെന്നുള്ള കേസിനുള്ള തിയറി അല്ല നമ്മൾ ഡെവലപ്പ് ചെയ്തത്. അപ്പൊ അത്തരം സിറ്റുവേഷൻ ഡീൽ ചെയ്യാൻ നമ്മുടെ തിയറി ആസ് സച്ച് നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്ത തിയറി നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. Okay, പക്ഷെ അത്തരം സിറ്റുവേഷൻ റയർ ആണ്. സോ വി ഡോണ്ട് വറി അബൌട്ട് സച്ച് സിറ്റുവേഷൻ at the moment. Okay, so such situation therefore constitutes a breakdown of the customary method of small oscillations. So നമ്മളിപ്പോൾ പഠിച്ച മെത്തേഡ്, but because we are assuming that Vij are not all 0, Vij എല്ലാം 0 ആണെങ്കിൽ we cannot use our method. Okay, but fortunately it's not a frequent occurrence. Okay, that you don't see that you don't see much. Okay, the situations where the second derivative is 0, second derivatives are all 0 and the fourth derivatives are non-0. Okay, so that's another calculation, that's another kind of situation. We are not dealing with such situations. Okay, അപ്പോൾ തൽക്കാലം നമ്മുടെ കോണ്ടെക്സ്റ്റിൽ ഈ 0 റെസൊണന്റ് ഫ്രീക്വൻസീസ് വരുന്നത് റിജിഡ് ബോഡി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിട്ട് ബന്ധപ്പെട്ടാണ്. Okay, so as far as we are concerned, 0 resonant frequencies are associated with rigid body degrees of freedom. Degrees of freedom. Okay. Now let's look at the second resonant frequency. രണ്ടാമത്തെ solution, omega 2 is equal to square root of k divided by small m. Okay, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ this is a frequency of oscillation for a mass small m
suspended by a spring of force constant k. അല്ലെ ഒരു സ്പ്രിങ്ങിൽ ഒരു മാസ് തൂക്കിയിടുകയാണെങ്കിൽ, right, you look at the oscillations, it will have frequency square root of k by m. Okay, I think you might have already solved this problem. Okay, ഈ problem simple harmonic motion നിങ്ങൾ already solve ചെയ്തിട്ടുണ്ടാവും. Okay, അതിന്റെ frequency omega is equal to square root of k divided by m എന്നാണ്. Okay, you can check this. Alright. അപ്പോൾ ഇവിടെ നമ്മൾ m എന്നുള്ള മാസ് ഉള്ളതുകൊണ്ട് we know that the end atoms, okay, end atoms have mass small m. Okay, middle atom has mass capital M. Alright, അപ്പോൾ ഇതിൽ capital M ഒന്നും വരുന്നില്ല. So this have to be the frequencies of oscillation of the end atoms only. Okay, so from this equation, just by looking at this solution, we see that the end atoms only take part in this vibration. The center molecule remains stationary. Okay, അപ്പോൾ omega 2 equal to square root of k by m ന് correspond ചെയ്യുന്ന mode, normal mode will be one in which the center atom is at rest and both these end atoms are oscillating simple harmonically. Okay, simple harmonic motion execute ചെയ്യുന്ന end atoms stationary ആയിട്ട് നിൽക്കുന്ന center atom. Okay, ഇതാണ് omega 2 equal to square root of k by m ന് correspond ചെയ്യുന്ന normal mode ആയിട്ട് നമ്മൾ expect ചെയ്യുന്നത്. Okay, അപ്പോൾ നമ്മൾ third മോഡിൽ മാത്രമാണ് capital M ന്റെ contribution വരുന്നത്. Alright, if you remember the expression for omega 3, we had square root of k divided by small m and then 1 plus 2m divided by capital M. Okay, so ഇവിടെ ഈ ഒരു മോഡിൽ മാത്രമാണ് omega 3 is equal to അല്ലെങ്കിൽ omega 3 എന്നുള്ള ഫ്രീക്വൻസിക്ക് കറസ്പോണ്ട് ചെയ്യുന്ന മോഡ് മാത്രമാണ് സെൻറ്റർ ആറ്റം മൂവ് ചെയ്യുന്ന മോഡ്. Alright, so it's only the third mode of vibration omega 3 that the mass can participate in the oscillatory motion. These predictions are verified by examining the eigenvectors for the three normal modes. നമ്മൾ eigenvalue മാത്രം നോക്കിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. You can understand this by looking at the eigenvectors. Okay, eigenvectors കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ ഈ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം eigenvectors ആക്ച്വലി പറഞ്ഞു തരുന്നത് it tells us how the atoms are getting displaced. Okay, the eigenvectors will tell us how the atoms are getting displaced. Eigen vectorന്റെ components കണ്ടുപിടിക്കാൻ നമുക്ക് 4 equations ഉണ്ട് actually. Alright, we have got 4 equations. One of them is a normalization condition. We'll come to that. Okay, ബാക്കിയുള്ളത് this comes from the equation v minus omega square t, okay, acting on a is equal to 0. Alright, ഈ equation, okay, but this is actually a column matrix with elements 0. Okay, but jth നമ്മൾ jth ഐഗൺ വാല്യൂ ആണ് എടുക്കുന്നതെങ്കിൽ ഒക്കെ omega 1 omega 2 omega 3 എന്നിങ്ങനെ ഐഗൺ വാല്യൂസ് ഉണ്ട്. jth ഐഗൺ വാല്യൂവിന് കറസ്പോണ്ട് ചെയ്യുന്ന ഐഗൺ വെക്ടർ നമുക്ക് a j എന്ന് ഡിനോട്ട് ചെയ്യാം. Okay, പിന്നെ നമ്മൾ കോമ്പണന്റ് ഫോമിൽ എഴുതുകയാണെങ്കിൽ matrix v is given here. It's k minus k 0. So if you look at this, this is an equation k minus k 0 minus k 2k minus k 0 minus k k, right, minus omega j square t. Omega j square t എന്ന് പറയുന്നത് t was simply this diagonal matrix m 0 0 0 capital M 0 0 0 small m. Okay, so this is omega j square t എന്ന് പറയുന്നത് omega j square m 0 0 omega j 0 omega j square capital M 0 0 0 omega j square small m. Okay, അപ്പോൾ എഴുതുകയാണെങ്കിൽ this is omega j square small m 0 0 0 omega j square capital M 0 0 0 omega j square small m. Okay, acting on the column matrix A1, A2, A3. Okay, with jth eigen value ന് correspond ചെയ്യുന്ന eigen vectorന്റെ components നമുക്ക് A1j, A2j, A3j എന്നിങ്ങനെ denote ചെയ്യാം. Right, അപ്പോൾ A1j എന്ന് പറയുന്നത് it's the first component of the eigen vector corresponding to jth eigen value. Okay, അപ്പോൾ 3 eigen value ഉള്ളതുകൊണ്ട് നമുക്ക് 3 separate eigen vectors ഉണ്ട്. അത് സൂചിപ്പിക്കാനാണ് j എന്നുള്ള ഇൻഡെക്സ് നമ്മൾ ഇട്ടിരിക്കുന്നത്. Okay, this is equal to 0 0 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. Alright, അപ്പോൾ ഇതിൽ നിന്നാണ് നമുക്ക് ഇവിടെ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ കിട്ടിയിരിക്കുന്നത്. This means that k minus omega j square m multiplied by a1j. നമ്മൾ maybe we can simplify it to one more step. Okay, this becomes ഈ രണ്ട് matrix subtract ചെയ്ത് എഴുതുകയാണെങ്കിൽ you get a matrix with elements k minus omega j square m 0. So there's a minus k here 0. Okay, ഇവിടെ നമ്മൾ എഴുതുകയാണെങ്കിൽ you get minus k 2k minus omega j square capital M. Okay, and then minus k, and then you have got 0 minus k. Okay, and you have got k minus omega j square small m.
ഇതാണ് ഇവിടെയുള്ള മാട്രിക്സ്. ഓക്കെ, ദിസ് ആക്ടിങ് ഓൺ ദ കോളം മാട്രിക്സ് A1j, A2j, A3j is equal to 0. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ കിട്ടുന്നത്. K minus omega j square m A1j minus K into A2j is equal to 0. Right? അതുപോലെ minus K into A1j plus 2K minus omega j square m into A2j, okay, minus K into A3j. This also has to be equal to 0. Right? അതുപോലെ 0 multiplied by A1j minus K multiplied by A2j. Okay, അതാണ് K minus omega j square m, sorry, minus K multiplied by A2j എന്നുള്ള ടേം ഇവിടെ വരും. ഓക്കെ, അടുത്ത ടേം എന്ന് പറയുന്നത് K minus omega j square m multiplied by A3j. അതാണ് ഇവിടെ ഉള്ളത്. K minus omega j square m multiplied by A3j equal to 0. Okay, I was just explaining where we get these equations from, but I am sure you are already familiar with this. Okay, so let me clear this a little bit. Now we get these three equations. Okay, the equations solve ചെയ്യുന്നതിലൂടെ we have already seen that these three equations are not sufficient to fix the eigenvectors completely. Eigenvectors തമ്മിലുള്ള റേഷ്യോ മാത്രമാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുക. Okay, eigenvector കംപ്ലീറ്റ് ആയിട്ട് ഫിക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു കണ്ടീഷനും കൂടി വേണം. ദാറ്റ്സ് ദ ഓർത്തോനോർമാലിറ്റി കണ്ടീഷൻ ഓർ ദ നോർമലൈസേഷൻ കണ്ടീഷൻ. നോർമലൈസേഷൻ കണ്ടീഷൻ എന്ന് പറയുന്നത് A ട്രാൻസ്പോസ് ടി എ ഇസ് ഈക്വൽ ടു 1 എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ jth ഐഗൺ വാല്യൂവിന് കറസ്പോണ്ട് ചെയ്യുന്ന ഐഗൺ വെക്ടർ ആണ് എഴുതുന്നതെങ്കിൽ we can write this as AJ transpose T. Okay, AJ is equal to 0. ഇനി നമുക്ക് കോമ്പണന്റ് ഫോമിൽ എഴുതുകയാണെങ്കിൽ AJ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് A1j, A2j, A3j എന്നായിരിക്കും. ഓക്കെ, ഹിയർ ഇസ് ദ സ്ക്വയർ മാട്രിക്സ് M 0 0 0 capital M 0 0 0 small m. Okay, acting on ഇവിടെ ഉള്ളത് AJ. Okay, this is A1j, A2j, A3j. Alright, ഇനി ഇത് കണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാൻ this is a simple equation. ഇതിനെ അങ്ങനെ തന്നെ എഴുതാം A1j, A2j, A3j. Okay, ഈ സ്ക്വയർ മാട്രിക്സ് എന്തായിരിക്കും? ഇത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുകയാണെങ്കിൽ സ്ക്വയർ മാട്രിക്സിനെ കോളം മാട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണെങ്കിൽ we get a column matrix here. Okay, this is M A1j. ആദ്യത്തെ എലിമെന്റ് M A1j, രണ്ടാമത്തെ എലിമെന്റ് ക്യാപിറ്റൽ M A2j, തേർഡ് എലിമെന്റ് സ്മോൾ m A3j. That correct? ഇനി മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുകയാണെങ്കിൽ this is A1j square or M A1j square plus capital M A2j square plus small m A3j square is equal to 1. ഇതാണ് നോർമലൈസേഷൻ കണ്ടീഷൻ. ഓക്കെ, ഇത് നമുക്ക് കമ്പൈൻ ചെയ്ത് എഴുതാം. സ്മോൾ m ഇൻറ്റു A1j square പ്ലസ് A3j square. ഓക്കെ, കാരണം ഇവിടെ സ്മോൾ m കോമൺ ആണ്. ഓക്കെ, സ്മോൾ m ഇൻറ്റു A1j square plus A3j square plus capital M A2j square equal to 1. So we have got four equations. Okay, these three equations do not completely settle the components of the eigenvectors. We need the normalization condition also. Okay, അപ്പോൾ three conditions ഉപയോഗിച്ച് നമുക്ക് eigenvectors complete ആയിട്ട് determine ചെയ്യാം. And looking at the eigenvectors, because the eigenvectors are related to the displacement of the atoms. Okay, it gives us information about the displacement of the atoms. Okay, by looking at the eigenvectors, we'll see that we'll understand what kind of motion they correspond to. Okay, all right, so നമുക്ക് ഈ 4 equations ഉണ്ട്. Okay, ഇനി omega 1 equal to 0 ഇവിടെ substitute ചെയ്യണമെങ്കിൽ substitute just omega 1 equal to 0. അങ്ങനെയാണ് നമ്മുടെ equation simple ആണ്. You get the first equation will be K A1j minus K A2j equal to 0. Okay, അതായത് A1j is equal to A2j. അതായത് omega equal to 0 എന്ന് എഴുതുകയാണെങ്കിൽ this equation will give us A1j equal to A2j. ഈ ഇക്വേഷനിൽ ഒമേഗ 0 ഇടുകയാണെങ്കിൽ you get another equation minus K A1j, maybe I'll write down minus K A1j plus 2K A2j, കാരണം ഒമേഗ equal to 0 ഇടുകയാണ്. ഓക്കെ, minus K A3j is equal to 0. ഓക്കെ, അതുപോലെ മൂന്നാമത്തെ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ K A2j minus K A2j plus K A3j is equal to 0. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് കിട്ടും നമ്മൾ തേർഡ് ഇക്വേഷൻ, ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് A1j equal to A2j എന്ന് കിട്ടി. ഈ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത് A2j is equal to A3j എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. A1j is equal to A2j is equal to A3j because A1j is A2j and A2j is A3j, so all these components are equal. Okay, so A11, അപ്പോൾ ഇത് J1 ഒമേഗ equal to 0 എന്ന് പറയുന്നത് J1ന് കറസ്പോണ്ട് ചെയ്യുന്ന ഐഗൺ വെക്ടർ കോമ്പണൻസ് ആണ്. സോ ഐ ഷുഡ് റൈറ്റ് ദം ആക്ച്വലി ആസ് A11. ഓക്കെ, കാരണം J equal to 1, omega 1 എന്ന് പറയുന്നത് corresponds to J equal to 1. This is the eigen value that we called as the first eigen value. So corresponding eigen value we denote it as
denote as A11 is equal to A21 is equal to A31. Alright, so this says that, okay, this tells us that each of the atoms, the displacement of each of the atom is exactly the same. എല്ലാ ആറ്റത്തിന്റെയും displacement exactly same ആണ്. Okay, ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത്? Okay, this happens when all the atoms are moving together. Okay, that's nothing but a translational motion. Okay, omega 1 equal to 0 ക്ക് correspond ചെയ്യുന്ന mode ആണ് നമ്മൾ ഇവിടെ represent ചെയ്തിരിക്കുന്നത്. Okay, each of the atoms are moving exactly the same way. Okay, each of the atoms are moving exactly the same way. This corresponds to the translation of the entire 3 atom system. 3 atom ഉള്ള സിസ്റ്റം റൈറ്റിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. Alright, that's why this does not correspond to a vibration. Alright, ഇനി നമുക്ക് നോർമലൈസേഷൻ കണ്ടീഷൻ നമുക്ക് ഇപ്പോൾ കിട്ടിയ റിലേഷൻ പറഞ്ഞ പോലെ നമ്മുടെ എന്താണ് ഐഗൺ വാല്യൂ ഇക്വേഷനിൽ നിന്ന് കിട്ടിയ A11 അവിടെ 3 ഇക്വേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അവിടെ കിട്ടിയത് മാത്രമാണ് A11 is equal to A12 equal to A13. Okay, this is all we got from there. Okay, ഇനി ഇതിന്റെ വാല്യൂ ഫിക്സ് ചെയ്യണമെങ്കിൽ you need one more condition, that's the normalization condition. നോർമലൈസേഷൻ കണ്ടീഷൻ ഉപയോഗിച്ച് A11, A12, A13 നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. ഓക്കെ, നമ്മുടെ നോർമലൈസേഷൻ കണ്ടീഷൻ ഇതായിരുന്നു M A1j square plus A3j square plus capital M A2j square is equal to 1. ഇതായിരുന്നു നോർമലൈസേഷൻ കണ്ടീഷൻ. Alright, ഇനി J എന്ന് പറയുന്നത് 1 നമ്മൾ എടുക്കുകയാണ്, because you are talking about the eigenvectors corresponding to first eigenvalue. You get the relation M A11 square plus A31 square plus capital M A21 square equal to 1. Alright, ഇനി നമ്മൾ eigenvalue equations നിന്ന് കിട്ടിയ ഈ കാര്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. You put A11 equal to A12 equal to A13. Okay, so you substitute this, you get M A11 square, so this is 2A11 plus capital M A11 square is equal to 1. Okay, this means that A11 square multiplied by 2M plus capital M is equal to 1. Okay, and you get A11 is equal to 1 by square root of 2M plus capital M. Okay, ഇങ്ങനെയാണ് നമ്മൾ ഐഗൺ വെക്റ്റർ കോമ്പണൻസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത സ്റ്റെപ്സ് ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ ചെയ്തത് ഐഗൺ വാല്യൂ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഈ ഐഗൺ വെക്റ്റർ കോമ്പണൻസ് തമ്മിലുള്ള റിലേഷൻ ആണ് കിട്ടിയത്. A11 ഈക്വൽ ടു A12 ഈക്വൽ ടു A13. റൈറ്റ്, അതായത് ബാക്കി ഐഗൺ വെക്റ്റർ കോമ്പണൻസിനെ എല്ലാം ഏതെങ്കിലും ഒരു ഐഗൺ വെക്റ്റർ കോമ്പണന്റ് ടേംസിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സോ യൂസിങ് ദ ഐഗൺ വാല്യൂ ഇക്വേഷൻ, we can write ഇതേ സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ തുടർന്ന് അങ്ങോട്ടും ഫോളോ ചെയ്യുക. ചിലപ്പോൾ കാൽക്കുലേഷൻ ഇത്ര സിമ്പിൾ ആവണമെന്നില്ല, ബട്ട് ദിസ് എക്സാക്ട്ലി വാട്ട് വി വിൽ ഡു. ഓക്കെ, സോ ഫസ്റ്റ് യൂസിങ് ദ 3 eigenvalue equations in this, because it's a 3 the eigenvalue equation corresponds to 3 equations. Okay, and matrix equation resolve ചെയ്യണമെങ്കിൽ it corresponds to 3 equations. Using these 3 equations, okay, if it's 3 by 3, 4 by 4 ആണെങ്കിൽ 4 equation. Okay, so using the eigenvalue equation we can write the components of the eigenvector, okay, as let's say multiples of a single component. ഒരു സിംഗിൾ കോമ്പണന്റ് ടേംസിൽ ബാക്കി കോമ്പണന്റ്സ് നമുക്ക് എഴുതാൻ കഴിയും. ഇവിടെ അത് എഴുതിയിരിക്കുന്ന A11ന്റെ ടേംസിൽ നമുക്ക് A12 A13 എഴുതാൻ കഴിയും. ദിസ് ഇസ് വെരി സിമ്പിൾ. ഓക്കെ, ഇനി ഈ സിംഗിൾ കോമ്പണന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ നോർമലൈസേഷൻ കണ്ടീഷൻ യൂസ് ചെയ്യും. ദിസ് നോർമലൈസേഷൻ കണ്ടീഷൻ we can use to find the single component. Okay, all right. Now let's do the same for the second case. Okay, അതായത് omega 2 is equal to square root of k divided by m എന്നുള്ള കേസിന് ഇതേ കാൽക്കുലേഷൻ നമുക്ക് ചെയ്ത് നോക്കാം. Okay, I'll explain how we do this thing. So again we need to find the eigenvector components. We have 4 equations. Alright, അതിൽ മൂന്നെണ്ണത്തിൽ മൂന്നും ഇൻഡിപെൻഡന്റ് അല്ല, so we can get the relation between the components from the first 3, and we can use the normalization condition to fix all of them. Okay, all right, so നമുക്ക് ഈ eigenvalue equation j equal to 2 ന്റെ കേസിൽ ഒന്ന് എഴുതി നോക്കാം. Okay, so from the eigenvalue equations you get 3 equations. K minus omega 2 square m A12 minus K A22 equal to 0. Okay, ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ഓൾറെഡി. ഇപ്പോൾ J equal to 2 ഇവിടെ എഴുതിയാൽ മതി. Okay, the second equation is minus K A12 plus 2K minus omega 2 square 2K minus omega 2 square capital M multiplied by A22 minus KA32. Okay, രണ്ടാമത്തെ ഇൻഡെക്സ് എത്രാമത്തെ ഐഗൺ വാല്യൂവിന് കറസ്പോണ്ട് ചെയ്യുന്ന ഐഗൺ വെക്ടർ ആണെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. Okay, we have got the third equation minus K
A22 plus k minus omega 2 square m multiplied by A32 equal to 0. നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ നോക്കാം. Now you substitute omega 2 square is equal to k divided by m. Okay, omega 2 square k divided by m ആണെങ്കിൽ omega 2 square m is simply k. So this term goes to 0. Okay, പിന്നെ നമുക്ക് കിട്ടുന്നത് A22 equal to 0 എന്നുള്ളതാണ്. We get the relation A22 equal to 0. ഇതാണ് ഐഗൺ വെക്ടറിന്റെ രണ്ടാമത്തെ കോമ്പണന്റ്. Okay, അതായത് omega 2 equal to square root of k divided by m എന്നുള്ള ഐഗൺ വാല്യൂവിന് കറസ്പോണ്ട് ചെയ്യുന്ന ഐഗൺ വെക്ടറിന്റെ രണ്ടാമത്തെ കോമ്പണന്റ് ആണ് A22 equal to 0. ഇനി A22 equal to 0 എന്ന് പറഞ്ഞിട്ട് കറസ്പോണ്ട്സ് ടു the second particle at rest. Okay, നമ്മൾ പറഞ്ഞു this does not involve the vibration of the second particle, center particle. Okay, capital M mass ഉള്ള പാർട്ടിക്കിളിന്റെ ഓസിലേഷൻ ഇത് കറസ്പോണ്ട് ചെയ്യുന്നില്ല. നമ്മൾ നേരത്തെ ഗസ് ചെയ്തിരുന്നു ഐഗൺ വാല്യൂ മാത്രം നോക്കുന്നതിലൂടെ. Alright, that's clear here because you see that A22 equal to 0. Alright, so A22 equal to 0 means that the atom in the center, which is the second atom, is at rest. So when I say it's at rest, I mean that it does not vibrate. Okay, second atom does not vibrate. Alright. Okay, നമുക്ക് A22 equal to 0 എന്ന് കിട്ടി. Okay, ഇനി A22 equal to 0 എന്നുള്ളത് ഈ ടേമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Alright, രണ്ടാമത്തെ ഇക്വേഷനിൽ A22 equal to 0 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ you see that KA12 is equal to, you get minus KA12, or you see that A12 is equal to minus A32. Okay, അതായത് A12 equal to minus A32. We have got it all. Okay, ഇനി ഇത് നമ്മൾ മൂന്നാമത്തെ ഇക്വേഷൻ കൂടെ നോക്കുകയാണെങ്കിൽ you are not going to get anything new. മൂന്നാമത്തെ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ this term is 0 and again you get that A22 equal to 0. Alright, അതാണ് നമ്മൾ പറഞ്ഞത് ഈ മൂന്ന് ഇക്വേഷൻ പോരാ ഈ ഐഗൺ വെക്ടർ കോമ്പണൻസിനെ കംപ്ലീറ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ. Alright, that's why we also need the orthonormality condition. Anyway, from here you see that A12 equal to minus A32. Alright, so this means that the atoms at the end, integral atom, okay, atom 1 and atom 3, alright, their displacements are in the opposite direction. Alright. So they oscillate with equal amplitude but in opposite directions. ഇതിന്റെ amplitude same ആണ്, പക്ഷെ അതിന്റെ direction opposite ആണ്. Okay, alright. ഇനി this ഇപ്പൊ നമുക്ക് കിട്ടിയത് ഐഗൺ വെക്ടർ കോമ്പണൻസ് തമ്മിലുള്ള റിലേഷൻ ആണ്. ഐഗൺ വെക്ടേഴ്സ് എക്സാക്ട്ലി ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ you also need the normalization condition. Okay, അതിനാണ് നമ്മൾ ഈ normalization condition ഉപയോഗിക്കുന്നത്. Okay, let's see if we can do this. Alright, so now what we have is A22 is equal to 0 and A12 equal to minus A32. Okay, now we look at the normalization condition. I'll just explain how we do this. Okay, the steps are the same. You can do this for any eigenvalue corresponding to any eigenvalue. ഇനി ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ you see that the normalization condition says that m A12 square plus A32 square plus capital M A22 square is equal to 1. Okay, പക്ഷേ A22 0 ആണ്. This is 0. So you get the condition as m A12 square plus m A32 square is equal to 1. Okay, ഇനി നമ്മൾ കണ്ടു A12 is equal to minus A32. Okay, so this you can write as m A12 square plus A32 എന്നുള്ളതിന് minus A12 എന്ന് എഴുതാം plus m A12 square is equal to 1 or 2m A12 square is equal to 1. From here you see that A12 is equal to 1 divided by square root of 2m. അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത് A12 is equal to 1 divided by square root of 2m. Okay, A22 0 ആണ്. A32 is again minus A12 which is equal to minus 1 divided by square root of 2m. Okay, so as we said, in this mode the center atom is at rest while the two outer ones vibrate exactly out of phase. Okay, they vibrate exactly out of phase. Okay, ഇത്തരം മൂവ്മെന്റ് ആണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. സെന്റർ ആറ്റം is at rest and the atoms at the ends are moving in opposite directions. Okay, these are oscillating in opposite directions. They are out of phase but they oscillate with the same amplitude. Okay, ഇനി A22 equal to 0 എന്ന് പറയുന്നത് സെന്റർ ആറ്റം at rest ന് കറസ്പോണ്ട് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു അല്ലേ. This you can understand better if you look at the solution. നമ്മൾ initially start ചെയ്ത solution series ലായിരുന്നു eta I is equal to CAI e raised to minus I omega t. Okay, ഇനി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം eta ij is equal to CAIJ e raised to minus I omega j t. Okay, അപ്പോൾ ഇനി omega 2 അല്ലെ j equal to 2 ന് കറസ്പോണ്ട് ചെയ്യുന്ന മോഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ you get eta 12. Okay, first coordinate is equal to CA12. A12 എന്താണ്? A12 is 1 by
square root of 2m, and then you have e raised to minus I omega 2 t. Okay, ഇതാണ് ഫസ്റ്റ് ആറ്റത്തിന്റെ ഈക്വിലിബ്രിയം പൊസിഷനെ അപേക്ഷിച്ച് ഡിസ്പ്ലേസ്മെന്റിനെ കാണിക്കുന്ന equation. Okay, solution. Okay, this gives us how this equation tells us how the first atom moves away from the equilibrium position, or moves with respect to the equilibrium position as a function of time. That's a function of time. Okay, you see that in general this atom is oscillating. അതുപോലെ ഈ 3-2 നമ്മൾ എടുക്കുകയാണെങ്കിൽ E32 അല്ല eta32 എടുക്കുകയാണെങ്കിൽ there will be a minus sign here because A32 is minus 1 by 2m. So they are moving in opposite directions. So both are oscillating, but they are out of phase. Okay, they are out of phase. Okay. ഇനി നമ്മൾ we had here eta ij is equal to C aij e raised to minus I omega j t. ഇതാണ് omega j എന്നുള്ള ഫ്രീക്വൻസിക്ക് കറസ്പോണ്ട് ചെയ്യുന്ന ഇതിന്റെ മൂവ്മെന്റ്. നമ്മൾ eta2 കൂടെ നോക്കുകയാണെങ്കിൽ if you look at eta2 എന്ന് പറയുന്നത് രണ്ടാമത്തെ ആറ്റത്തിന്റെ അല്ലെ സെന്റർ ആറ്റത്തിന്റെ കോർഡിനേറ്റ് ആണ് അല്ലെ. ഇവിടുത്തെ ഈ കോർഡിനേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഈക്വിലിബ്രിയം പൊസിഷനിൽ നിന്നുള്ള മാറ്റമാണ്. ഈക്വിലിബ്രിയം കോൺഫിഗറേഷനിൽ നിന്നുള്ള ചേഞ്ച് ആണ് ഈ eta2 എന്നുള്ള കോർഡിനേറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ eta2 കറസ്പോണ്ടിങ് ടു സെക്കൻഡ് ഐഗൺ വാല്യൂ, അതാണ് eta2 എന്ന് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ദിസ് ഈക്വൽ ടു CA22 e raised to minus I omega 2 t. അതായത് omega 2 എന്നുള്ള ഫ്രീക്വൻസി കറസ്പോണ്ട് ചെയ്യുന്ന സെക്കൻഡ് പാർട്ടിക്കിളിന്റെ കോർഡിനേറ്റ് ആണ്. കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആണ്, ഈക്വിലിബ്രിയത്തിൽ നിന്നുള്ള ചേഞ്ച്, ഈക്വിലിബ്രിയത്തിൽ നിന്നുള്ള ഡീവിയേഷൻ. Okay, and since A22 equal to 0, you see that eta2 is equal to 0. അതായത് the displacement of the second atom from the equilibrium configuration corresponding to frequency omega 2 is equal to 0. Okay, അതാണ് സെക്കൻഡ് ആറ്റം റെസ്റ്റിലാണ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. Okay, so that's why we get this result. In this mode, the center atom is at rest while the two outer ones vibrate exactly out of phase. Okay, so this is how you understand regarding the movement of the atoms by looking at the eigenvector components. Eigenvector components നോക്കുന്നതിലൂടെ atoms എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് നമുക്ക് ഇങ്ങനെയാണ് മനസ്സിലാകുന്നത്. Okay, all right. We have analyzed the situation for frequencies omega 1 and omega 2. We also have one more solution, which was omega 3 is equal to, it was square root of k divided by small m 1 plus 2m divided by capital M. Okay, അപ്പോൾ ഇതിന് കറസ്പോണ്ട് ചെയ്യുന്ന ഐഗൺ വെക്റ്റർ കോമ്പണൻസ് നമ്മൾ നേരത്തെ കേസിൽ കണ്ടുപിടിച്ചാൽ നമുക്ക് എക്സാക്ട്ലി കണ്ടുപിടിക്കാൻ കഴിയും. ആദ്യം ഐഗൺ വാല്യൂ ഇക്വേഷൻ എന്ന് കിട്ടുന്ന 3 ഇക്വേഷൻസിലൂടെ we determine the relations between the eigen vector components. Then you use the orthonormality condition to fix the eigen vector components completely. Okay, so I leave it as an exercise. നമ്മൾ മുൻപത്തെ കേസിൽ ചെയ്ത പോലെ തന്നെ ഇതും ചെയ്യുക. It's just a question of solving equations to find the unknowns. Okay, we have sufficient number of equations. അതായത് orthonormality condition, normalization condition കൂടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ we have enough equations to find, you have enough number of equations to find all the unknown quantities. Okay, നമ്മൾ normalization condition എടുക്കുന്നില്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് equations ഇല്ല. But if you take the normalization condition also, you have enough equations. Alright, so it's just an exercise in algebra. I leave it as an exercise for you. Okay, because it is a little bit lengthier. നമ്മൾ ആദ്യത്തെ രണ്ട് കേസ് ചെയ്തതിനേക്കാളും കുറച്ചുകൂടെ lengthy ആയിട്ടുള്ള calculation, and it takes a little bit more time. Anyway, I leave it as an exercise for you. The final solution, you get the components as A13 equal to 1 by square root of 2m 1 plus 2m by m. A23, you see that A23 is not 0. In this case, the second atom is also moving. Okay. A23 is equal to minus 2 divided by square root of 2m 2 plus m by m, and A33 equal to 1 by square root of 2m 1 plus 2m by m. So here we say that the two outer atoms vibrate with the same amplitude. ഇതിന്റെ രണ്ടിന്റെയും vibration same amplitude ലാണ്. Okay, while the inner one oscillates out of phase with them and has a different amplitude. Out of phase ആണ് കാരണം മൈനസ്, ഇത് രണ്ടും പ്ലസ് ഡയറക്ഷനിലേക്കാണ് പോകുന്നതെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇത് മൂവ് ചെയ്യുന്നത്. Okay, and it has a different amplitude. Okay, so this is what's happening for the third solution to the eigenvalue equation, or the third eigenvalue, or omega 3. Omega 3 correspond to the movement നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. You get the atoms moving, the end atoms moving both in the same direction, whereas the center atom is moving out of phase. Okay, end atoms മൂവ് ചെയ്യുന്ന രണ്ടും മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടാണ് സെന്ററിലുള്ള ആറ്റം മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മോഡിൽ മാത്രമാണ്, ഒമേഗ 3 എന്നുള്ള ഫ്രീക്വൻസി കറസ്പോണ്ട് ചെയ്യുന്ന മോഡിൽ മാത്രമാണ് സെന്ററിലുള്ള ആറ്റം മൂവ് ചെയ്യുന്നത്. Okay, this is the only mode in which the atom at the center is moving. Let's now talk about the normal coordinates.
Okay, the normal coordinates നമ്മൾ define ചെയ്യുന്ന ഈ relation വഴിയാണ് eta is equal to a zeta. ഈ ഒരു transformation equation വഴിയാണ് നമ്മൾ normal coordinates define ചെയ്യുന്നത്. Okay, now we can invert this equation to find zeta as a function of eta. Zeta as a function of eta കണ്ടുപിടിക്കണം. ഇത് invert ചെയ്യണം. invert ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഈ relation ആണ് a transpose t a is equal to the unit matrix I. Okay, unit matrix I. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിച്ച് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് a transpose t multiply ചെയ്യുകയാണെങ്കിൽ you get this thing a transpose t multiplied by eta, matrix eta is equal to a transpose t a multiplied by zeta. Okay, a transpose a എന്ന് പറയുന്നത് യൂണിറ്റ് മാട്രിക്സ് ആണ്. So you get zeta is equal to a transpose t eta. Okay, ഇനി a എന്നുള്ള മാട്രിക്സിന്റെ എലിമെന്റ്സിനെ നമുക്ക് aij എന്നുള്ള രീതിയിൽ എഴുതാം. aij എന്നുള്ള രീതിയിൽ എഴുതാം. Alright, അപ്പോൾ ഇതിനെ കോമ്പണന്റ് ഫോമിൽ എഴുതുകയാണെങ്കിൽ you can write as zeta I is equal to a ji tjk eta k. Okay, there is no sum over I ഇവിടെ സെയിം ആണ്. Right, ഇവിടുത്തെ സമ്മേഷൻ കാണിക്കുന്നത് this is a j tjk, അതായത് ഇവിടുത്തെ ഫസ്റ്റ് ഇൻഡെക്സും ഇവിടുത്തെ ഫസ്റ്റ് ഇൻഡെക്സും തമ്മിലാണ് നമ്മൾ കമ്പൈൻ ചെയ്യുന്നത്. Right, ഇതിന്റെ കാരണം because this is the transpose of the matrix A. മാട്രിക്സിന്റെ ട്രാൻസ്ഫോം ആയതുകൊണ്ടാണ് ഈ രീതിയിൽ നമ്മൾ എഴുതുന്നത്. Okay, I think we have explained this thing. Alright, then there's a summation of j and k. Right, oh, here there's a mistake. I should write as aji. Okay, കാരണം aij tjk eta k എന്ന് പറഞ്ഞാൽ this corresponds to matrix multiplication a t eta. Okay, this is a matrix multiplication a t eta. A transpose t eta വേണമെങ്കിൽ you should put it as aji tjk eta k. Alright, so this ഇവിടെ ഞാൻ ആദ്യം എഴുതിയത് this is actually a t eta, which is incorrect. Alright, we should have a transpose t eta. So ഈ ഇൻഡെക്സ് ഇവിടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരാൻ പാടില്ല. You should write it as aji tjk eta k. Okay, that corresponds to multiplication a transpose t eta. Okay, so I'll correct this thing in the notes. So from here you see that zeta I is equal to aji tjk eta k. Alright, now we can use the fact that t is actually diagonal. T diagonal ആണെന്നുള്ളത് പറഞ്ഞു. Okay, the matrix t was equal to m0 0 0 capital M 0 and 0 0 small m. Okay, ഇതായിരുന്നു നമ്മുടെ t എന്നുള്ള മാട്രിക്സ്. ഡയഗണൽ ആണ്, അതായത് t11 m ആണ്, t12 0 ആണ്, t13 0 ആണ്. Okay, അതുപോലെ t22 t33 നോൺ 0 ആണ്, ബാക്കിയെല്ലാം 0 ആണ്. Right, so this summation can be simplified. Let's see how we can do this. For example, let's find zeta 1. Zeta 1 ഉള്ള നോർമൽ കോർഡിനേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ you just take I equal to 1. Okay, so that's equal to aji tjk eta k. Now you have to sum over both j and k. Okay, ഇവിടെ zeta I equal to 1 കിട്ടും. Alright, so this is equal to, now you have to sum over j and k. 1 അവിടെ fixed ആണ്. So first I take j equal to 1. Okay, ഇത് I ഫിക്സ് ചെയ്തിട്ടുണ്ട്. 1 ഇവിടെ തന്നെ അങ്ങനെ തന്നെ എഴുതുകയാണ്. j equal to 1 എടുത്തു. Okay, so t ഇവിടുത്തെ ആദ്യത്തെ ഇൻഡെക്സ് 1 ഇടണം. Alright, ഇനി t11 മാത്രമേ നോൺ 0 ആയിട്ടുള്ളൂ. t12 13 എല്ലാം 0 ആണ്. So we just need to take only the case where k equal to 1. So this is a11 t11 eta 1 plus അതുപോലെ j equal to 2 ഇടുകയാണെങ്കിൽ, right, t1 ഞാൻ ഇവിടെ ഓൾറെഡി ഫിക്സ് ചെയ്തു. So it's a21 t22 eta 2, കാരണം ബാക്കിയെല്ലാം 0 ആണ്. And again you get a31 t33, ഇവിടെ 3 ഇടുകയാണെങ്കിൽ ഇവിടെ k equal to 3 ക്ക് മാത്രം നോൺ 0 ആയിട്ടുള്ളൂ. അപ്പോൾ അത് മാത്രം എടുത്താൽ മതി. a31 t33 eta 3. Okay, now we already have found this a11 a21 a31 etc. Alright, what was a11? A11 was, we had a11 is equal to 1 by square root of 2m plus capital M. Okay, അതുപോലെ a21 was also equal to 1 by square root of 2m plus capital M. a31 was also equal to 1 by square root of 2m plus capital M. Alright, അപ്പോൾ നമ്മൾ a21 a11 a21 a31 എല്ലാം 1 by square root of 2m plus m ആണ്. Okay, അപ്പോൾ ഈ a11 a21 a31 എല്ലാം കോമൺ ആയിട്ട് 1 by square root of 2m by m ആണ്, 2m plus m ആണ്. അത് പുറത്തെടുക്കുകയാണെങ്കിൽ, ഓക്കെ, ബാക്കിയുള്ളത് t11 എന്ന് പറയുന്നത് m, t11 is m. Okay, m eta 1 plus capital M eta 2 plus small m eta 1. Alright, so this is the normal coordinate zeta 1. Okay, അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. zeta 1 is equal to 1 by square root of 2m plus capital M, m eta 1 plus capital M eta 2 plus m eta 3.
Okay, ഇതാണ് zeta 1 എന്നുള്ള generalized coordinates. You see that it's a combination of the zeta 1 എന്നുള്ള normal coordinate ഇതാണ്. It's a combination of the generalized coordinates. Okay, eta 1, eta 2 and eta 3. Okay, അതായത് eta 1, eta 2, eta 3 എന്നുള്ള coordinates എടുത്ത് നമ്മൾ മൂന്ന് വേറെ coordinates ഉണ്ടാക്കുകയാണ്. Zeta 1, zeta 2, zeta 3. And zeta 1, zeta 2, zeta 3 have some nice properties. Okay, these are normal coordinates. Alright, because zeta 1 corresponds to vibration of the entire system corresponding to frequency omega 1. Zeta 2 corresponds to zeta 2 represents, or zeta 2 corresponds to the vibration of the system for a frequency, vibration of the entire system for a frequency omega 2, and zeta 3 for corresponds to the vibration of the entire system with frequency omega 3, etc. Alright, so this is the speciality of these normal coordinates. We discussed this in the last class. Let's also find zeta 2. Zeta 2 is equal to, from here you see that this is equal to a, I fix ചെയ്യണം. So let's first fix this aj2. This is tjk eta k. Now you have to sum over j and k. പക്ഷെ നമ്മൾ j value ഇവിടെ നിന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ you should put the same value k, because tjk is what do you say, tjk is diagonal, right? Tjk is diagonal. So this is equal to a12. Now you have t11 eta 1 plus a22, you have got t22 eta 2. ബാക്കി ടേംസ് ഒക്കെ 0 ആണ്. t23 അങ്ങനെ ടേംസ് ഒക്കെ 0 ആണ്, അതുകൊണ്ടാണ് അത് എടുക്കാത്തത്. ഓക്കെ, പ്ലസ് a32 നമ്മൾ a32 t33 eta 3. Okay, so this is equal to, now you have to look for a12, a22 and a32. We had a12 as a12 is equal to, it was 1 by square root of 2m. Okay, and a22 was equal to 0. We also had a23 is equal to, or was it a32? Sorry, it's a32 is equal to, this is the third component corresponding to second eigen value. So it's a32. A32 is equal to minus 1 by square root of 2m. Okay, if you put it all in here, because we also have t11 is equal to small m, t22 is equal to capital M, and t33 is equal to small m. Okay, a22 0 ആയതുകൊണ്ട് ഈ ടേം ഇമീഡിയറ്റ്ലി 0 ആവും. ബാക്കിയുള്ളത് a12 എടുക്കുകയാണെങ്കിൽ this is 1 by square root of 2m small m multiplied by eta 1 plus what is a32, it is minus 1 by square root of 2m. t33 is again small m eta 3. Okay, അപ്പോൾ നമ്മൾ we can simplify it further. All right, so you see that this can be written as m divided by square root of 2m multiplied by eta 1 minus eta 3. Okay, or this you can write it as 1 by square root of, square root of m divided by 2. This is equal to square root of m divided by 2. Just cancel this square root of m from here, so you get square root of m divided by 2 eta 1 minus eta 3. Okay, in the same way you can find also zeta 3. I leave it as an exercise. Okay, so these are the normal coordinates. Okay, now the normal modes describe each of the behaviors shown in the figure. Okay, but zeta 1 is the normal coordinate, it corresponds to this mode, zeta 2 corresponds to this mode, and zeta 3 corresponds to this particular mode. Okay, so these are the longitudinal normal modes of the linear symmetric triatomic molecule. Alright, so zeta 1 is the coordinate, it corresponds to a particular frequency associated with the entire system. This corresponds to a frequency omega equal to 0. Okay, this corresponds to a frequency omega 2, and this corresponds to a frequency, I think omega 2 is square root of k divided by m, and this corresponds to a frequency omega 3 is equal to, what was omega 3? Omega 3 is equal to square root of, it was k divided by m multiplied by 1 plus 2m divided by m. Okay, so these are the normal modes. അപ്പോൾ ഒരു സെറ്റ് ഓഫ് കോർഡിനേറ്റ്സും അതുപോലെ ടി എന്നുള്ള മാട്രിക്സും തരികയാണെങ്കിൽ യു നോ ഹൗ ടു ഫൈൻഡ് ദ നോർമൽ മോഡ്സ്. ഓക്കെ, ഇനി നമ്മൾ ട്രാൻസ്ലേഷണൽ മോഷൻ, റിജിഡ് ബോഡി ട്രാൻസ്ലേഷൻ ആദ്യം തന്നെ ഒഴിവാക്കുകയാണെങ്കിൽ വിൽ ഹാവ് എനി ജനറൽ ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ മാത്രമാണ് എടുക്കുന്നതെങ്കിൽ that does not involve a rigid translation will be some linear combination of the normal modes omega 2 and omega 3. Normal modes corresponding to omega 2 and omega 3. Okay, അതായത് നമ്മൾ സീറ്റ എന്നുള്ളതിന് ഈറ്റയുടെയും ഈറ്റാസിന്റെ കോമ്പിനേഷൻ ആയിട്ട് എഴുതിയതുപോലെ എനി കോർഡിനേറ്റ് ഈറ്റ ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് എ കോമ്പിനേഷൻ ഓഫ് zeta 1, zeta 2, zeta 3. Okay, അതൊരു വൈബ്രേഷണൽ മോഡ്സിന് മാത്രം കറസ്പോണ്ട് ചെയ്യുന്നതാണെങ്കിൽ യു നീഡ് ടു ടേക്ക് ഓൺലി zeta 2 and zeta 3.
Okay, vibrational motion correspond ചെയ്യുന്ന coordinates eta1, eta2, eta1, eta2 എന്നുള്ള രണ്ട് coordinates കിട്ടണമെങ്കിൽ രണ്ടെണ്ണം ഉള്ളൂ vibration correspond ചെയ്യുന്നത്. Okay, you can take it as a combination of zeta2 and zeta3. Okay, alright. അതുപോലെ നോർമൽ മോഡ്സിന്റെ ആംപ്ലിറ്റ്യൂഡ് അതുപോലെ അതിന്റെ ഫേസസ് എല്ലാം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇനീഷ്യൽ കണ്ടീഷൻസ് നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. This we have already discussed how to do that, so I leave that also as an exercise. Okay, so that's an exercise. You look at how to find this amplitude and actually the amplitudes of scale factors and the phase relative to each other starting from the initial conditions. Okay, we have already discussed how this can be done. Okay, now so far we have spoken only about vibrations along the axis. Okay, actual molecule എടുക്കുകയാണെങ്കിൽ along the axis മാത്രമല്ല ഇതിന് perpendicular directionലുള്ള vibrations അതിന് correspond ചെയ്ത normal modes ഉണ്ടായിരിക്കും. Okay, so in the complete set of normal modes നമ്മൾ along the axis vibration correspond ചെയ്യുന്ന normal modes മാത്രമേ calculate ചെയ്തുള്ളൂ. We did not actually find the entire complete normal modes. Okay, the complete set of normal modes is naturally more difficult to determine than merely the longitudinal modes. For general motion in all directions correspond to 9 degrees of freedom. മൊത്തം degrees of freedom എടുക്കുകയാണെങ്കിൽ there are 3 molecules, right? There are 3 atoms. Sorry, there are 3 atoms and there are 3 into 3 equal to 9 degrees of freedom. Okay, അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് കാൽക്കുലേഷൻ ഇവിടെ ചെയ്യുന്നില്ല, ബട്ട് വിൽ ഹാവ് എ ക്വാളിറ്റേറ്റീവ് ഡിസ്കഷൻ. വിൽ ഹാവ് എ ക്വാളിറ്റേറ്റീവ് ഡിസ്കഷൻ ഓൺ ദ ബേസിസ് ഓഫ് ജനറൽ പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ അതിൻ്റെ നമ്മൾ ഫുൾ സൊല്യൂഷൻ ചെയ്തിട്ട് കിട്ടുന്ന അതിൻ്റെ ക്വാളിറ്റേറ്റീവ് ബിഹേവിയർ നമുക്ക് ഫുൾ സൊല്യൂഷൻ ഇല്ലാതെ തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, വി മേ നോട്ട് ഗെറ്റ് ദ എക്സാക്ട് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഓൾ ദാറ്റ്, ബട്ട് വിൽ ഗെറ്റ് എ ജനറൽ ഐഡിയ ഓഫ് വാട്ട് വിൽ ഹാപ്പൻ. നമ്മൾ ആദ്യത്തെ കേസിൽ എടുത്തത് വി ടോക്ട് ഓൺലി അബൌട്ട് വൈബ്രേഷൻസ് എലോങ് ദ ആക്സിസ് ഓഫ് മോളിക്യൂൾ. എലോങ് ദ ആക്സിസ് ഓഫ് മോളിക്യൂൾ. Okay, അപ്പോൾ ഇതിന് കറസ്പോണ്ട് ചെയ്യുന്ന ഒരു സീറോ ഫ്രീക്വൻസി ഉണ്ടായിരുന്നു. ദിസ് സീറോ ഫ്രീക്വൻസി കറസ്പോണ്ടഡ് ടു ദ ട്രാൻസ്ലേഷൻ ഓഫ് ദ എൻറ്റയർ സിസ്റ്റം. മൂന്ന് ആറ്റംസും ഒരുമിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു പോസിബിലിറ്റി ഉണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമുക്ക് സീറോ ഫ്രീക്വൻസി കിട്ടി. ഓക്കെ, അതുപോലെ നമ്മൾ ത്രീ ഡയമെൻഷനിൽ എല്ലാ മോഷൻസും എടുക്കുമ്പോൾ ഇതുപോലുള്ള കുറച്ച് സീറോ ഫ്രീക്വൻസീസ് ഉണ്ടായിരിക്കും. ഇൻ ജനറൽ എത്ര സീറോ ഫ്രീക്വൻസീസ് ഉണ്ടായിരിക്കും? We can determine this easily because in general there are 6 rigid body motions. Okay, there are 6 rigid body motions, 3 translations and 3 rotations. അല്ലേ? 3 translations എന്ന് പറയുന്നത് about each axis, 3 rotation also about each axis. Okay, അതായത് 9 coordinates നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ 6 എണ്ണവും റിജിഡ് ബോഡി മോഷന് കറസ്പോണ്ട് ചെയ്യുന്നതാണ്. റൈറ്റ്, സോ in general have only 9 minus 6 equal to 3 വൈബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട 3 കോർഡിനേറ്റ്സ് ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, ഇനി നമ്മൾ ലീനിയർ ട്രയാറ്റമിക് മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ we are talking about 3 atoms on a line. 3 atoms on a line. Okay, അപ്പോൾ ഇവിടെ 3 ട്രാൻസ്ലേഷൻ ഉണ്ട്. ദാറ്റ്സ് ഫൈൻ. 3 ട്രാൻസ്ലേഷൻ ഏതൊക്കെയാണ്? 3 ഇൻഡിപെൻഡന്റ് ട്രാൻസ്ലേഷൻ ഏതൊക്കെയാണ്? വൺ along the x direction, this is the x direction, one along the y direction and the other one along z direction. There are 3 translations, that's fine. Okay, but there are only 2 sensible rotations. Okay, with x axis എടുക്കുകയാണെങ്കിൽ you can talk about a rotation about y axis, you can talk about a rotation about z axis, but you cannot talk about a rotation about x axis. അതായത് മോളിക്യൂളിന്റെ ആക്സിസിനെ അപേക്ഷിച്ചുള്ള റൊട്ടേഷൻ മീനിങ്ലെസ് ആണ്. മോളിക്യൂളിന്റെ ആക്സിസിനെ അപേക്ഷിച്ചുള്ള റൊട്ടേഷൻ മീനിങ്ലെസ് ആണ്. എന്തുകൊണ്ടെന്നാൽ ദിസ് ആറ്റംസ്, okay, why? Because these atoms are point particles. In classical mechanics these atoms are point particles. Okay, point particle എന്ന് പറഞ്ഞാൽ അതിന് സ്ട്രക്ചർ ഇല്ല. You cannot treat, അതായത് എക്സ് ആക്സിസിന് ചുറ്റും അതിന് സ്ട്രക്ചർ ഇല്ല. Right, it does not have a structure around the x axis. These are point particles. Okay, അപ്പോൾ അതുകൊണ്ട് തന്നെ റൊട്ടേഷൻ അബൌട്ട് എക്സ് ആക്സിസ് എന്നുള്ളതിനെ ഒരു റിജിഡ് ബോഡി മോഷൻ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. ഓക്കെ, സോ ഫോർ ദിസ് റീസൺ there are only 2 rotations. There will only be 2 rotations. അപ്പോൾ മൊത്തം എത്ര റിജിഡ് ബോഡി മോഷൻസ് ഉണ്ട്? There are 3 translations and 2 rotations, so there are totally 5 rigid body motions. Okay, 5 degrees of freedom corresponding to rigid body motion, and in total you will have 9 minus 5 equal to 4 degrees of freedom corresponding to vibration. Okay, 4 vibrational degrees of freedom. Okay, there will be only 4 vibrational degrees of freedom. Alright, അപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഒരു സിംഗിൾ പോയിന്റ് പാർട്ടിക്കിൾ എടുക്കുകയാണെങ്കിൽ ഇതിന്റെ റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡത്തെ കുറിച്ച് പറയുന്നത് മീനിങ്ലെസ് ആണ്. Okay, there are only 3 translational degrees of freedom. Okay, ഇതിന്റെ റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തെ കുറിച്ച് പറയുന്നത് മീനിങ്ലെസ് ആണ്. അതുപോലെ തന്നെയാണ് ഈ 3 പാർട്ടിക്കിൾ ഒരു ലൈനിൽ ഉണ്ടെങ്കിൽ ആ ലൈനിനെ അപേക്ഷിച്ചുള്ള അതിന്റെ റൊട്ടേഷനെ കുറിച്ച് പറയുന്നത് മീനിങ്ലെസ് ആണ്. ബിക്കോസ് വി ആർ ട്രീറ്റിംഗ് ദം ആസ് പോയിന്റ് പാർട്ടിക്കിൾസ്. ഓക്കെ, ഇപ്പോൾ റിജിഡ് ബോഡി എന്ന് പറഞ്ഞ ഒരു എക്സ്റ്റെൻഡഡ് ഒബ്ജക്റ്റ് ആണ്. It's made up of point particles, but it has an extension in space. Okay, but this linear triatomic molecule, it has no extension
around the x-axis. X-axis to an extension illa. All right, but around y-axis and z-axis, these are extended because it's a long linear triatomic molecule. All right, so you can consider it as like a rod. You can think of it as a rod, okay, with zero thickness. With zero thickness. Okay. But zero thickness ഉള്ള റോഡ് എടുക്കുകയാണെങ്കിൽ it has you can think about rotations. It can rotate, right? It can rotate around x-axis and y-axis. Okay, it can rotate about z-axis and, let me put it more clearly. Okay, if you take a rod which has no thickness, zero thickness ഉള്ള റോഡ് എടുക്കുകയാണെന്ന്. Okay, zero thickness ഉള്ള റോഡ് എടുക്കുകയാണെങ്കിൽ this is a one-dimensional system. Okay, suppose it's aligned along the x-axis. You can talk about the rotation about z-axis. You can talk about the rotation about y-axis. Okay, you can talk about the rotation about y-axis and z-axis. Okay, but there's no sense in talking about the rotation about x-axis because around x-axis it has no extension. Okay, it has no extension around x-axis. I hope this is clear. Okay, all right. So there are 4 vibrational modes. ഈ 4 വൈബ്രേഷണൽ മോഡിൽ 2 എണ്ണം along the axis തന്നെയാണ്. കാരണം നമ്മൾ along the axis എടുത്തപ്പോൾ തന്നെ 2 modes കിട്ടിയിരുന്നു, corresponding to omega 2 and omega 3. Okay, so we already had 2 vibrational modes along the axis. Right, അപ്പോൾ മൊത്തം 4 എണ്ണം ഉണ്ട്, അതിൽ 2 എണ്ണം along the axis ആണ്. So perpendicular direction there will be only 2 more. Okay, so 2 of these are the longitudinal modes which have already been examined, so that there can only be 2 modes of vibration perpendicular to the axis. Right. Now, however, the symmetry of the molecule about its axis shows that these 2 modes of perpendicular vibration must be degenerate. ഈ 2 modes degenerate ആയിരിക്കണം. Right? കാരണം നമ്മൾ ഒരു linear triatomic molecule എടുക്കുകയാണെങ്കിൽ this direction and this direction are completely the same. ഇത് തമ്മിൽ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുന്ന യാതൊന്നും തന്നെ ഇല്ല. Alright, so it should be completely symmetrical. Right? There's nothing. Space in അങ്ങനെ പ്രത്യേകതയൊന്നുമില്ല. In space, all directions are the same. Right? So whether it's y direction or the z direction, these have to be the same. Right? So the symmetry of the molecule about its axis shows that these 2 modes of perpendicular vibration must be degenerate. Okay? They must be degenerate. Degenerate എന്ന് പറഞ്ഞാൽ they should have the same frequency. They should have the same frequency. Okay? അപ്പോൾ ഇത് y axis ആണോ അതോ z axis ആണോ, it doesn't matter. Okay? With respect to the molecule, these are entirely the same. So they must be degenerate. They must have the same frequency. So there is nothing to distinguish a vibration in the y direction from a vibration in the z direction, and 2 frequencies must be equal. Okay, the additional indeterminacy of the eigenvectors of a degenerate mode appears here. അപ്പോൾ ഇവിടെ 2 degenerate modes ഉണ്ട്, അതെങ്ങനെ ചൂസ് ചെയ്യണം എന്നുള്ള ഒരു പ്രശ്നമാണ്. But it's easy. Okay, എൻ്റെ തിയറി നമ്മൾ we had read notes of this theory, all right, but we are not doing it, we are not solving it completely using the theory. All right. Okay, അപ്പോൾ നമുക്ക് ഇവിടെ എടുക്കാവുന്നത് ഈ 2 ഐഗൺ വെക്ടർ, you can take it along the perpendicular axis. Okay, 2 perpendicular direction ആണ്. മോളിക്കുലർ ആക്സിസിന് 2 perpendicular direction ആണുള്ളത്. Okay, you can think about the molecular axis along the x direction. So you have got the y direction as well as the z direction. All right. Yes. Okay, y direction as well as the z. അപ്പോൾ ഈ 2 ഡയറക്ഷനിലുള്ള മോഡ്സ് നമുക്ക് എടുക്കാം, ചൂസ് ചെയ്യാം. All right. So the additional determinacy of the eigenvectors of a degenerate mode appears here, in that all directions perpendicular to the molecular axis are alike. Okay? Any 2 orthogonal axes in the plane normal to the molecule may be chosen as the directions of the degenerate modes of vibration. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 2 orthogonal axes നമുക്ക് എടുക്കാം. Okay, ഏതെങ്കിലും 2 orthogonal axes നമുക്ക് എടുക്കാം. As I said, we can take y and z. Now, the complete motion of the atoms normal to the molecular axis will depend upon the amplitudes and relative phases of the 2 degenerate modes. Okay, ഇതിന്റെ മീനിങ് ഇതാണ്. നമുക്ക് x axis, നമുക്ക് yz axis, ഈ പ്ലെയിനിൽ yz axis എടുക്കാം. yz. Okay, ഈ yz axis ആണ് നമ്മുടെ normal to the molecular axis. അപ്പോൾ molecular axis എന്ന് പറഞ്ഞാൽ നമുക്ക് x axis. Okay, let's say that molecular axis is like that. Okay, ഇനി ഇത് രണ്ടും എക്സാക്ട്ലി ഇൻ ഫേസ് ആണെങ്കിൽ, okay, y ഡയറക്ഷനിലുള്ള മൂവ്മെന്റും z ഡയറക്ഷനിലുള്ള മൂവ്മെന്റും എക്സാക്ട്ലി ഇൻ ഫേസ് ആണെങ്കിൽ, റൈറ്റ്, അതായത് y 1 ആയിരിക്കുന്ന സമയത്ത് z ഉം 1 ആണ്, y 0 ആയിരിക്കുന്ന സമയത്ത് z ഉം 0 ആണ്, റൈറ്റ്, then you will see that it's just a straight line in the yz plane. yz plane ഉള്ള ഒരു സ്ട്രേറ്റ് ലൈൻ ആണ് നമുക്ക് കാണാൻ കഴിയും. Alright,
That is, if both are excited and they are exactly in phase, then the atoms will move on a straight line passing through the equilibrium configuration. That's fine. Alright. In the out of phase anangilo, completely out of phase anangilo, that is y value completely out of phase എന്ന് പറയുകയാണെങ്കിൽ ഉദാഹരണത്തിന് y value 0 ആയിരിക്കുന്ന സമയത്ത്. Okay. Let's say that when y is equal to 0, z is equal to 1. 1 എന്ന് പറയുന്ന maximum displacement എന്നുള്ളതിനെ correspond ചെയ്യുന്നതായിട്ട് എടുത്താൽ മതി. Okay. y equal to 0 ആകുമ്പോൾ z equal to 1 ആണ്. അതുപോലെ y equal to 1 ആണെങ്കിൽ 1 ആകുന്ന സമയത്ത് z equal to 0 ആണെന്ന് എഴുതുക. Okay. അത് y equal to 0, z equal to 1 ആ പോയിന്റ് ആണിത്. Okay. അടുത്തതിൽ y equal to 1, z equal to 0 എന്നുള്ള പോയിന്റ് ആണിത്. This is y equal to 1 and z equal to 0. Right. ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ you see that you will get an ellipse in this plane. You will get an ellipse in the normal plane. Okay. So if they are out of phase, the composite motion is an elliptical Lissajous figure. Composite motion is an elliptical Lissajous figure. Okay. And you might be familiar with this Lissajous figures. Okay, നിങ്ങൾ oscilloscope, laboratory oscilloscope different waves തമ്മിൽ superimpose ചെയ്തുകൊണ്ട് Lissajous figures create ചെയ്തിട്ടുണ്ടാവും. Right? You might have already seen that when you change the frequencies or actually the phases. Okay, phase change ചെയ്യുന്ന സമയത്ത് Lissajous figureന്റെ shape മാറി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ടാവും. Okay, alright. ഈ രണ്ട് മോഡുകൾ ആക്ച്വലി റൊട്ടേഷനെയാണ് കാണിക്കുന്നത്. Alright, so because it corresponds to some sort of a rotation in the normal plane. Okay, so it's obvious from the symmetry of the molecules that the amplitudes of the end atoms must be identical in magnitude. അല്ലെ, അറ്റത്തുള്ള രണ്ട് ആറ്റംസ് ഒരേ മാസ് ആണ്, ഒരേപോലുള്ള ആറ്റംസ് ആണ്. സോ അതിന്റെ രണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് ഐഡന്റിക്കൽ ആയിരിക്കണം. The complete calculation, നമ്മൾ calculation ചെയ്യുന്നില്ല, but if you do the calculation using some computer or something, the complete calculation will show that the end atoms also travel in the same direction along the Lissajous figure. Okay, അപ്പോൾ ആദ്യം നമ്മൾ എടുത്തത് ഈ ഫുൾ കോൺഫിഗറേഷന് കറസ്പോണ്ട് ചെയ്യുന്ന മൂവ്മെന്റ് ആണ്. Alright, നമ്മൾ ആക്ച്വൽ കാൽക്കുലേഷൻ നടത്തുമ്പോൾ നമ്മൾ കാണുന്നത് ഈ എൻഡ് ആറ്റംസും ഈ എലിപ്റ്റിക്കൽ പാത്ത് തന്നെയാണ്, ഈ എലിപ്റ്റിക്കൽ ആയിട്ടുള്ള എന്താണ് ട്രജക്ടറി തന്നെയാണ് ഫോളോ ചെയ്യുന്നതെന്ന് കാണാൻ കഴിയും, അല്ലെങ്കിൽ along the elliptical Lissajous figure ആണ് അത് മൂവ് ചെയ്യുന്നതെന്ന് കാണാൻ കഴിയും. Alright, ഇത് ജസ്റ്റ് റിസൾട്ട് സ്റ്റേറ്റ് ചെയ്യുന്നതാണ്. We haven't calculated this, we are just trying to understand it qualitatively. This is only a qualitative discussion. Okay. Hence, the center atom must revolve in the opposite direction in order to keep the center of mass at rest. നമ്മൾ center of mass റെസ്റ്റിലാണെന്നുള്ള കണ്ടീഷൻ വെച്ചാണ് തുടങ്ങിയതെങ്കിൽ ഈ ആറ്റംസ് എൻഡിലുള്ള ആറ്റംസ് ഈ ഡയറക്ഷനാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇത് രണ്ടും ഒരേ ഡയറക്ഷനിലായിരിക്കണം, ബിക്കോസ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി സിമെട്രിക്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സെന്ററിലുള്ള ആറ്റം ഇറ്റ് ഷുഡ് ബി മൂവിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, ഇഫ് ദ സെന്റർ ആറ്റം ഇസ് മോർ മാസീവ്, you will see that it takes a smaller ellipse like that. Okay, in such a way that the center of mass is at rest. Right? So this is the ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് the motion of two degenerate modes when they are 90 degrees out of phase. 90 degrees out of phase ആയിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഈ രീതിയിലുള്ള ഒരു മൂവ്മെന്റ് നമുക്ക് കിട്ടുന്നത്. Okay, so with that we'll conclude our discussion of small oscillations. നമ്മൾ ഇവിടെ ചെയ്തത് സ്മോൾ ഓസിലേഷൻസിന്റെ കാര്യത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡെവലപ്പ് ചെയ്ത തിയറി ലീനിയർ ട്രയാറ്റോമിക് മോളിക്യൂളിന്റെ കേസിൽ അപ്ലൈ ചെയ്തു. ലീനിയർ ട്രയാറ്റോമിക് മോളിക്യൂൾ. Okay, we applied it to the case of linear triatomic molecule. Linear triatomic molecule നമ്മൾ മോഡൽ ചെയ്ത് particles connected by springs വഴി കണക്ട് ചെയ്തിട്ടുള്ള particles വെച്ചാണ്, particles എന്ന നിലയിലാണ് നമ്മൾ ഇതിനെ മോഡൽ ചെയ്തത്. Okay, and for this system we found the matrices V and T. We solved the eigenvalue problem VA is equal to lambda T A. ഈ eigenvalue problem നമ്മൾ സോൾവ് ചെയ്തു. From the eigenvalues we found the frequencies of vibrations. മൂന്ന് ഫ്രീക്വൻസീസ് ഓഫ് വൈബ്രേഷൻസ് കിട്ടി. മൂന്ന് സൊല്യൂഷൻസ് ഉണ്ടായിരുന്നു, ω1, ω2 and ω3. We found that ω1 was equal to 0 and this corresponded to a rigid body translation. അതായത് എൻറ്റയർ സിസ്റ്റത്തിന്റെ ട്രാൻസ്ലേഷന് കറസ്പോണ്ട് ചെയ്യുന്നതാണ്. ω2 ω3 മാത്രമാണ് വൈബ്രേഷണൽ എന്ന് നമ്മൾ കണ്ടു. Okay, and ഇതിന് കറസ്പോണ്ട് ചെയ്യുന്ന ഐഗൺ വെക്ടേഴ്സ് we calculated the eigen vectors corresponding to each eigen value. From the eigen vectors we understood what kind of movement these atoms are executing. Atoms ഏത് രീതിയിലാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഓക്കെ, അതുപോലെ ഓരോ വൈബ്രേഷന് കറസ്പോണ്ട് ചെയ്യുന്ന നോർമൽ മോഡ്സ്. Okay, we talked about the normal modes corresponding to each vibration. അതുപോലെ നോർമൽ കോർഡിനേറ്റ്സ്, ഈ നോർമൽ മോഡ്സിന് കറസ്പോണ്ട് ചെയ്യുന്ന കോർഡിനേറ്റ്സ്, we found the normal coordinates. Alright, using the basic mathematics that we had discussed. Right, and then in the end we had a discussion only a qualitative discussion about vibrations in all three dimensions. Okay, in all entire three dimensions. All right, ഇത് നമ്മൾ സോൾവ് ചെയ്തില്ല, we just got a basic qualitative understanding and we just stated the results. Okay, in the results just state ചെയ്തു എന്ന് മാത്രം. All right, with that the chapter on small oscillations is complete. Okay, thank you.